ത്രിയേക ദൈവത്തിൻ്റെ അതിധന്യ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. നമുക്കൊരുമിച്ച് ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഒരു പ്രാവശ്യം കൂടി വരുവാൻ തമ്പുരാൻ അനുവദിച്ചല്ലോ, ദൈവം തമ്പുരാൻ അനുവദിച്ചുവല്ലോ. സൗത്ത് വെസ്റ്റ് ഡയോസിസ് ഓഫ് അമേരിക്കയുടെ മർത്തമറിയം വനിതാ സമാജത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രയർ, കർത്താവെ, അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടി വരുവേൻ. അവന് സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ വാഴ്ത്തുവേൻ. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, അവൻ്റെ വിശ്വസ്തത തലമുറ തലമുറയായും ഇരിക്കുന്നു. നമ്മെ തന്നെ പ്രാർത്ഥനയ്ക്കായി സമർപ്പിക്കാനായി നമുക്ക് ഒരുങ്ങാം. ബഹുമാനപ്പെട്ട ഇബി അച്ഛൻ ഓപ്പണിംഗ് പ്രയർ നടത്തണമേ എന്ന് അപേക്ഷിക്കുന്നു. പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമേൻ. ദൈവമായ കർത്താവെ, ഞങ്ങളെ കൂടിവരവിനെ അനുഗ്രഹിക്കണമേ. തിരുസന്നിധിയിൽ ഒരുമിച്ച് ചേരുവാനും പ്രാർത്ഥിക്കുവാനും ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് തന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളെയും അപേക്ഷകളെയും അവിടുന്ന് കൈക്കൊള്ളണമേ. ഞങ്ങളുടെ വീഴ്ചകളും താഴ്ചകളും എല്ലാം അവിടുന്ന് അറിയുന്നുവല്ലോ. ഞങ്ങളെ അവിടുന്ന് കൈപിടിച്ച് വഴി നടത്തണമേ. ഭാരങ്ങളിലും പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലും അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ കടപ്പെട്ട എല്ലാവരെയും തിരുസന്നിധിയിൽ തരുന്നു. ഞങ്ങളുടെ വാർദ്ധക്യ മാതാപിതാക്കൾ, ഞങ്ങൾക്ക് തന്നിട്ടുള്ള സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, സുഹൃത്തുക്കൾ എല്ലാവരെയും തിരുസന്നിധിയിൽ തരുന്നു. സകലർക്കും നന്മകളും അനുഗ്രഹങ്ങളും സ്വർഗത്തിൽ നിന്ന് അവിടുന്ന് ചൊരിഞ്ഞു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല നന്മയിലും കൃപയിലും അടിയങ്ങളെ അവിടുന്ന് വഴി നടത്തണമേ. സഭയെ അനുഗ്രഹിക്കണമേ. മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും ദൈവിക ശുശ്രൂഷകരെയും അനുഗ്രഹിക്കണമേ. പ്രത്യേക കർത്താവെ, സഭയ്ക്കായി പുതിയ 4 ഇടയന്മാരെ അവിടുന്ന് തെരഞ്ഞെടുത്തുവല്ലോ. അവരെ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. വിജ്ഞാനവും ബുദ്ധിയും എല്ലാം അവിടുന്ന് നൽകണമേ. ആത്മീയമായ പരിപാലനത്തിനും ഭൗതികമായി ഞങ്ങൾ വഴി നടത്തുന്നതിനും എല്ലാത്തിനും അവിടുന്ന് അവരെ പ്രാപ്തന്മാരാക്കി തീർക്കണമേ. സഭയുടെ യശസ് കൊമ്പ് ഉയർന്നിരിപ്പാൻ തക്കവണ്ണം അവർ മുഖാന്തരം ഇടയാകണമേ. സകല നന്മകളിലും അവരെ കാത്ത് പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭദ്രാസനത്തെ അനുഗ്രഹിക്കണമേ. അഭിമന്യ തിരുവേണിയെയും ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. സകല നന്മയിലും അവിടുന്ന് വഴി നടത്തണമേ. വാങ്ങിപ്പോരെ അബ്രഹാമെ ഫലോസിപ്പിക്കണമേ. രണ്ടാമത്തെ വരെങ്കിലും ഒരുമിച്ച് കാണുവാൻ ഇടയാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രം ഇപ്പോഴെന്നാളും കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ. ത്രിയേക ദൈവത്തിന്റെ അതിധന്യനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. അഭിമന്യ തോമസ് മാർ ഇവാനിയോസ് തിരുമേനിക്കും എല്ലാ വൈദിക ശ്രേഷ്ഠർക്കും കൊച്ചമ്മമാർക്കും മർത്തമറിയം സമാജം ഭാരവാഹികൾക്കും കൂടി വന്ന എല്ലാ സഹോദരങ്ങൾക്കും കൊച്ചു കുഞ്ഞുങ്ങൾക്കും ലോകമെമ്പാടുമുള്ള മക്കൾക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അർപ്പിക്കുകയും എല്ലാവരെയും പ്രാർത്ഥനയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ന് അറ്റ്ലാന്റ റീജിയനാണ് പ്രാർത്ഥന ലീഡ് ചെയ്യുന്നത്. പ്രാർത്ഥനയിൽ ആ ഭാഗത്തുള്ള എല്ലാ റീജിയനിലുള്ള എല്ലാ ദൈവാലയങ്ങൾ, വൈദിക ശ്രേഷ്ഠർ, മർത്തമറിയം സമാജം പ്രവർത്തകർ, ഇന്ന് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ എല്ലാവരെയും സമർപ്പിക്കുന്നു. ഒപ്പം കഴിഞ്ഞ ആഴ്ചയിൽ കോൺസെക്രേഷൻ നടന്ന ചർച്ചിനെ ഓർത്ത് സ്തോത്രം ചെയ്യുകയും നേപ്പാളിൽ നടക്കുന്നതായിട്ടുള്ള വലിയ വിഷമത്തെ ദൈവസന്നിധിയിൽ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി കണ്ണുനീരോടെ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഒരു പാട്ടോടുകൂടി നമ്മുടെ പ്രാർത്ഥന തുടരുന്നതായിരിക്കും. പ്രിയപ്പെട്ട ബെൻസി ജീജു പാട്ട് പാടുന്നത്. താങ്ക് യു ആന്റി. മോഹത്തിന്റെ തേരിലേറി പോകരുതേ, ലോകത്തിന്റെ വീതിയിൽ വീരരുതേ, മോക്ഷത്തിന്റെ മാർഗം ഞാൻ തുറന്നു തരാം, സ്വർഗത്തിന്റെ തോണിയിൽ തുഴഞ്ഞു നീങ്ങാം. അലയരുതേ ഉലയരുതേ, ദിശയറിയാതുരലരുതേ, മോഹത്തിന്റെ തേരിലേറി പോകരുതേ, ലോകത്തിന്റെ വീതിയിൽ വീരരുതേ, മോക്ഷത്തിന്റെ മാർഗം ഞാൻ തുറന്നു തരാം, സ്വർഗത്തിന്റെ തോണിയിൽ തുഴഞ്ഞു നീങ്ങാം. കാറ്റടിക്കും കടലിലകും ഭയമരുതേ, പതരരുതേ, തോണിതനമറത്തു മയങ്ങുന്നവൻ യേശുവല്ലേ വിലച്ചുണർത്താം. കാറ്റും
കടലും അവൻ തടുക്കും, ദ്യോവിൻ തീരെ അവൻ അനക്കും. കാറ്റും കടലും അവൻ തടുക്കും, ദ്യോവിൻ തീരെ അവൻ അനക്കും. ദ്യോവിൻ തീരെ അവൻ അനക്കും. മോഹത്തിന്റെ തേരിലേറി പോകരുതേ, ലോകത്തിന്റെ വീതിയിൽ വീരരുതേ. മോക്ഷത്തിന്റെ മാർഗം ഞാൻ തുറന്നു തരാം, സ്വർഗത്തിന്റെ തോണിയിൽ തുഴഞ്ഞു നീങ്ങാം. തിരയുയരും പടകുലയും അരുതരുതേ, ഭയമരുതേ. ആഴിതൻ പരപ്പിൽ നടക്കുന്നവൻ യേശുവല്ലേ നടന്നു വരും. താഴ്ന്നു പോയാൽ അവൻ ഉയർത്തും, തന്റെ മാർവിൽ ചേർത്തണയ്ക്കും. താഴ്ന്നു പോയാൽ അവൻ ഉയർത്തും, തന്റെ മാർവിൽ ചേർത്തണയ്ക്കും. തന്റെ മാർവിൽ ചേർത്തണയ്ക്കും. മോഹത്തിന്റെ തേരിലേറി പോകരുതേ, ലോകത്തിന്റെ വീതിയിൽ വീരരുതേ. മോക്ഷത്തിന്റെ മാർഗം ഞാൻ തുറന്നു തരാം, സ്വർഗത്തിന്റെ തോണിയിൽ തുഴഞ്ഞു നീങ്ങാം. അലയരുതേ ഉലയരുതേ, ദിശയറിയാതുരലരുതേ. മോഹത്തിന്റെ തേരിലേറി പോകരുതേ, ലോകത്തിന്റെ വീതിയിൽ വീരരുതേ. മോക്ഷത്തിന്റെ മാർഗം ഞാൻ തുറന്നു തരാം, സ്വർഗത്തിന്റെ തോണിയിൽ തുഴഞ്ഞു നീങ്ങാം. പ്രിയപ്പെട്ട ബെൻസി ജിജുവിനെയും കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രത്യേകിച്ച് ധ്യാന പ്രസംഗം നടത്തുന്ന ബഹുമാനപ്പെട്ട ജെറി ജോൺ മാത്യു അച്ഛനെയും പ്രാർത്ഥനയെ സമർപ്പിക്കുന്നു. ഇപ്പോൾ വേദപുസ്തക വായനയുടെ സമയമാകുന്നുവല്ലോ. എല്ലാവരും വേദപുസ്തകം തുറന്നു വയ്ക്കണമേ. പരിശുദ്ധ പൗലോസ് ലീഹ തീത്തൂസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം, ടൈറ്റസ് ചാപ്റ്റർ 2. പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ഡെൽസി ഡാനിയൽ കൊച്ചമ്മയാണ് വേദപുസ്തകം വായിക്കുന്ന. കൊച്ചമ്മ വേദപുസ്തകം വായിക്കട്ടെ. അപ്പോസ്തലനായ പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം, ടൈറ്റസ് ചാപ്റ്റർ 2. ബാറക്മോർ. നീയോ പത്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കുക. വൃദ്ധന്മാർ നിർമ്മതവും ഗൗരവവും സുബോധവും ഉള്ളവരും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവരും ആയിരിക്കണമെന്നും, വൃദ്ധന്മാരും അങ്ങനെ തന്നെ നടപ്പിൽ പവിത്രയോഗ്യമാരും ഏഷണി പറയാത്തവരും വീഞ്ഞിന് അടിമപ്പെടാത്തവരുമായിരിക്കണമെന്നും, ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരത്തികളെ ഭർതൃപ്രിയമാരും പുത്രപ്രിയമാരും സുബോധവും പാതിവൃത്യമുള്ളവരും വീട്ടുകാര്യം നോക്കുന്നവരും ദയവുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും ആയിരിക്കുവാൻ ശീലിപ്പിക്കേണ്ടതിന് നന്മ ഉപദേശിക്കുന്നവരായിരിക്കണം എന്നും പ്രബോധിക്കുക. ഔവണ്ണം യൗവനക്കാരെയും സുബോധമുള്ളവരായിരിക്കുവാൻ പ്രബോധിക്കുക. വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറയുവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവൃത്തികൾക്ക് മാതൃകയാക്കി കാണിക്കുക. ഉപദേശത്തിൽ നിർമ്മലതയും ഗൗരവവും അപേക്ഷിച്ചുകൂടാത്ത പത്യവചനവും ഉള്ളവൻ ആയിരിക്കുക. ദാസന്മാർ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ഉപദേശത്തെ സകലത്തിലും അലങ്കരിക്കേണ്ടതിന് യജമാനന്മാർക്ക് കീഴടങ്ങി സകലവിധത്തിലും പ്രസാദം വരുത്തുന്നവരും എതിരു പറയുകയോ വഞ്ചിച്ചെടുക്കുകയോ ചെയ്യാതെ സകലത്തിലും നല്ല വിശ്വസ്തത കാണിക്കുന്നവരുമായിരിക്കുവാൻ കൽപ്പിക്കുക. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷയ്ക്കായി കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ച് പോകേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു.
അവൻ നമ്മെ സകല അധർമ്മങ്ങളിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ളൊരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. ഇത് പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക. ആരും നിന്നെ തുച്ഛീകരിക്കരുത്. ബാറയ്ക്കുമോർ. ബഹുമാനപ്പെട്ട ഡെൽസി ഡാനിയൽ കശമെ കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ കൗമയുടെയും അനുതാപ പ്രാർത്ഥനയുടെയും സമയമാകുന്നല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. ബാറക്കുമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ. ആമേൻ. എന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ, പരിശുദ്ധൻ 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 ഒരുങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ ഒന്നവനും വരുവാനിരിക്കുന്നവനുമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഒരുങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സ്രഷ്ടാവേ, നിനക്ക് സ്തുതി. ഭാവികളായ ഞങ്ങളുടെ അടിയാരോട് കരുണ ചെയ്യുന്ന മിശിഹ രാജാവേ, നിനക്ക് സ്തുതി. ബാറക്കുമോർ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പോൾ നീ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു. നിന്റെ ഗർഭഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകമറിയമേ, പറയുമേ, തമ്പുരാന്റെ അമ്മേ, ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. 6-ാം ദിവസം 6-ാം മണി സമയത്ത് ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവനസോടെ കുരിശിൽ തറയ്ക്കപ്പെട്ടവനായ കർത്താവേ, നീ ഞങ്ങളുടെ രക്ഷിതാവാകയാൽ ഞങ്ങളുടെ പാപങ്ങളുടെ ചീട്ടിനെ കീറിക്കളയണമേ. ഞങ്ങൾക്ക് വേണ്ടി തിരുവനസോടെ കുരിശിൽ തറയ്ക്കപ്പെടുകയും പാപത്തെ തന്റെ സ്കീപ്പായിൽ പതിക്കുകയും മരിച്ചു കിടന്ന ആദാമിനെ ജീവിപ്പിക്കുകയും ചെയ്തവനായ കർത്താവേ, ഞങ്ങളിൽ മറഞ്ഞു കിടന്ന പാപകഷ്ടതകൾക്ക് ജീവൻ നൽകുന്നതായ നിന്റെ കഷ്ടാനുഭവങ്ങളാലും നിന്നിൽ തറയ്ക്കപ്പെട്ട ആണികളാലും നിർമൂലനാശം വരുത്തണമേ. കർത്താവെ, നീ ദയവാനാകൊണ്ട് സംക്ഷേപിക്കപ്പെടാതല്ലാത്ത നിന്റെ ന്യായവിധികളെ കുറിച്ചുള്ള ഓർമ്മയിൽ ഞങ്ങളുടെ ബോധങ്ങളെ നീ കെട്ടി ഉറപ്പിക്കണമേ. കർത്താവായ യേശു മിശിഹാ, ഞങ്ങൾ നിന്റെ സന്നിധിയിൽ അയോഗ്യരായ ദാസരാകുന്നു നേറ്റു പറയുന്നു. മനുഷ്യസ്നേഹമുള്ളവനെ, നിന്റെ കൃപയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. 6-ാം മണി സമയത്ത് ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി തൃക്കൈകളാലും തൃക്കാലുകളിലും ആണി തറയ്ക്കപ്പെട്ടവനായ കർത്താവെ, ഞങ്ങളുടെ ദേഹികളെയും ദേഹങ്ങളെയും നിന്നോടുള്ള ഭയഭക്തിയിൽ തർപ്പിച്ച് ഉറപ്പിക്കണമേ. പൗലോസ് യെരൂശലേമിലെ ദമസ്കോസിലേക്ക് പോകുമ്പോൾ അവന് പ്രത്യക്ഷപ്പെടുകയും തെറ്റായ വഴിയിൽ നിന്ന് തങ്കലേക്ക് അവനെ ആകർഷിച്ച് തിരിപ്പിക്കുകയും ചെയ്തവനായ കർത്താവെ, നിന്റെ കരുണയാലും നിന്റെ പ്രാർത്ഥനയാലും ഞങ്ങളുടെ തെറ്റായ വഴിയിൽ നിന്ന് നിന്റെ സത്യവഴിയിലേക്ക് നീ ആകർഷിച്ച് തിരിപ്പിക്കണമേ. അവൻ്റേതുപോലെ ഞങ്ങളുടെ ഹൃദയകണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. വിശ്വാസത്തിലും പ്രവൃത്തിയിലും അവനെ പിന്തുടരുവാനും നിന്റെ ജീവനുള്ള സ്കീപ്പായിൽ പ്രശംസിപ്പാനും ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുകയും ചെയ്യണമേ. എന്തെന്നാൽ നീ വാഴ്ത്തപ്പെട്ടവനായ കർത്താവാകുന്നുവല്ലോ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്ക് ഇപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിയും സ്തോത്രവും കരയേറ്റുമാറാകണമേ. ആമേൻ. ബഹുമാനപ്പെട്ട അച്ഛനെയും അച്ഛൻ്റെ കുടുംബത്തെ പ്രവർത്തനങ്ങളെ എല്ലാം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം എല്ലാ ദിവസവും ഓർക്കുന്നത് പോലെ ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെ നേതൃത്വത്തിൽ ഇത്രയും പേര് ഒരുമിച്ച് വരെ ആത്മാവിൽ കൂടുമ്പോൾ ഒന്നിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമുക്ക് മാത്രമല്ല ലോകമെമ്പാടുമുള്ള മക്കൾക്ക്, പ്രത്യേകിച്ച് നേപ്പാളിലെ കർഷക അനുഭവിക്കുന്നവർക്ക് അനുഗ്രഹമാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന ഒരു പാട്ടോടുകൂടി തുടരും. പ്രിയപ്പെട്ട നേഹ തോമസ് പാട്ട് പാടുന്നവർ. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവിനിക്കെന്തിനു നാദാ, അപദാനമെപ്പോഴും
എപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അതരങ്ങളെന്തിനു നാദാ, ഈ ജീവിതമെന്തിനു നാദാ. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാദാ, അപദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അതരങ്ങളെന്തിനു നാദാ, ഈ ജീവിതമെന്തിനു നാദാ. കിളികളോടൊന്നു ആർത്തുപാടാം, കിളികളോടൊന്നു ചേർന്നാർത്തുപാടാം, പുഴയുടെ സംഗീതം ചിറകേറ്റിയെത്തുന്ന കുളിർക്കാറ്റിലലിഞ്ഞു ഞാൻ പാടാം, പുഴയുടെ സംഗീതം ചിറകേറ്റിയെത്തുന്ന കുളിർക്കാറ്റിലലിഞ്ഞു ഞാൻ പാടാം. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാദാ, അപദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അതരങ്ങളെന്തിനു നാദാ, ഈ ജീവിതമെന്തിനു നാദാ. മിഴികളിൽ നോക്കി ഞാൻ ഉയർന്നു പാടാം, അകലെ മിഴികളിൽ നോക്കി ഞാൻ ഉയർന്നു പാടാം, വാനമേഘങ്ങളിൽ ഒടുവിൽ നീ എത്തുമ്പോൾ മാലാഖമാരൊത്തു പാടാം, വാനമേഘങ്ങളിൽ ഒടുവിൽ നീ എത്തുമ്പോൾ മാലാഖമാരൊത്തു പാടാം. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാദാ, അപദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അതരങ്ങളെന്തിനു നാദാ, ഈ ജീവിതമെന്തിനു നാദാ. പ്രിയപ്പെട്ട നേഹ തോമസിനെ കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ധ്യാന പ്രസംഗത്തിൻ്റെ സമയമാകുന്നു. വചനം നമുക്ക് നമ്മെ ശുദ്ധിയുള്ളവരാക്കുന്നതാണ്, നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്, നമ്മെ സൗഖ്യമാക്കുന്നതാണ്. എല്ലാവരെയും ഒന്നിച്ച ദിവസത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി ഇരിക്കണമേ. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ നാവോടുകൂടി ഇരിക്കണമേ എന്ന് പ്രാർത്ഥനയോടെ ഇരിക്കാം. ബഹുമാനപ്പെട്ട AB അച്ഛൻ, ബഹുമാനപ്പെട്ട ജെറി അച്ഛനെ സ്വാഗതം ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഞാനെന്നും പറയുന്നത് പോലെ ദയവായിട്ട് നിങ്ങളുടെ വീഡിയോകൾ ഒന്ന് ഓൺ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കഴിവുള്ളിടത്തോളം ആളുകൾ, ഞാൻ യാത്രയിലായതുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റാത്തത്. അതുകൊണ്ട് നിങ്ങൾ കഴിവുള്ളിടത്തോളം ആളുകൾ ദയവായി അത് ഓൺ ചെയ്യണം. പ്രിയപ്പെട്ട അച്ഛൻ നമ്മളോട് സംസാരിക്കുമ്പോൾ ശൂന്യതയിൽ നോക്കി സംസാരിക്കാനായിട്ട് ഇടയാകാതെ മുഖങ്ങൾ ഒന്ന് കണ്ട് സംസാരിക്കുമ്പോൾ അതൊരു സന്തോഷകരമായ കാര്യമാണ്. അതുകൊണ്ട് ദയവായി അത് ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. പ്രിയപ്പെട്ട ജെറി ജോൺ അച്ഛൻ നമുക്ക് വളരെ പരിചിതനാണ്. അച്ഛനെ സ്നേഹത്തോടെ ഈ സമയത്ത് സ്വാഗതം ചെയ്യട്ടെ. നമ്മുടെ ഡാരൻ ഡിട്രോയിറ്റ് സെന്റ് മേരീസ് ഇടവകയുടെ വികാരിയാണ്. പ്രിയപ്പെട്ട അച്ഛൻ ഇതിനു മുമ്പ് പല പ്രാവശ്യം നമ്മളുടെ കൂടെ വന്നിട്ടുണ്ട്. എപ്പോൾ ആവശ്യപ്പെട്ടാലും അച്ഛൻ വന്ന് നമ്മളോട് സംസാരിക്കും. അച്ഛൻ്റെ നാവോടുകൂടി ദൈവം നമ്പുരാൻ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛനെ
വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ MMBSന്റെ ഇന്നത്തെ ധ്യാന പ്രസംഗത്തിലേക്ക് വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സ്വാഗതം ചെയ്യുന്നു. ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ, അച്ഛൻ്റെ നാവിനോടുകൂടി ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെയാണ്. ഇത്രയും ബഹുമാനപ്പെട്ട എബി അച്ഛൻ, ബഹുമാനപ്പെട്ട അച്ഛന്മാർ, പ്രിയ എലിസബത്ത് ആൻറ്റി, സ്നേഹമുള്ള കൊച്ചമ്മമാർ, സഹോദരങ്ങളെ, ഒരുപാട് നാളിന് ശേഷമാണ് നിങ്ങളെല്ലാം മുഖാമുഖം കാണുവാൻ തക്കവണ്ണം ദൈവം ഒരിക്കൽ കൂടി ഒരു അവസരം നൽകുന്നത്. ദൈവത്തെ നന്ദിയോടെ ഈ സമയം ഓർക്കുന്നു. ബഹുമാനപ്പെട്ട എലിസബത്ത് ആൻറ്റി ഓർമ്മിപ്പിച്ചതുപോലെ ലോകത്തിൽ ചുറ്റുവട്ടങ്ങളിൽ നോക്കുമ്പോൾ വേദനകളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നു പോകുന്ന ഒരുപാട് ജനങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. ലോകത്തിൽ നമ്മളായിരിക്കെ ദൈവജനമായി തിരഞ്ഞെടുത്ത് ദൈവം നമ്മളെ ഈ ലോകത്തിൽ ആക്കി വെച്ചിരിക്കുന്നതിൻ്റെ ലക്ഷ്യപ്രാപ്തിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരുടെയും അനുനിമിഷ ജീവിതം എന്നതും നമ്മൾ ഒരിക്കലും വിസ്മരിക്കുവാൻ പാടുള്ളതല്ല. നാം ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും ദൈവഹിതത്തിൻ്റെ പൂർത്തീകരണമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നത് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ജീവിക്കേണ്ട ഒരു വലിയ സംഗതി തന്നെയാണ്. ഒരല്പനേരത്തെ ചിന്തയ്ക്ക് വേണ്ടി വേദപുസ്തകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന ഭാഗം ദിനവൃത്താന്തത്തിന്റെ 2-ാം പുസ്തകം, 2 Chronicles chapter 34 14-28. രണ്ട് ദിനവൃത്താന്തം 34 14 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. നിങ്ങൾ ആരെങ്കിലും അതൊന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് എല്ലാവർക്കും ഒന്ന് കേൾക്കാൻ വേണ്ടി. ദിനവൃത്താന്തങ്ങൾ 2 ദിനവൃത്താന്തങ്ങൾ 34-ാം അധ്യായം 14 മുതൽ 28 വരെയുള്ള വാക്യം. അവർ യഹോവയുടെ ആലയത്തിൽ പിരിഞ്ഞു കിട്ടിയ ദ്രവ്യം പുറത്തെടുത്തപ്പോൾ ഹിൽക്കിയ പുരോഹിതൻ യഹോവ മോശ മുഖാന്തരം കൊടുത്ത ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തി. ഹിൽക്കിയാവ് രായസക്കാരനായ ശാഫാനോട്, ഞാൻ യഹോവയുടെ ആലയത്തിൽ ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹിൽക്കിയാവ് പുസ്തകം ശാഫാന്റെ കയ്യിൽ കൊടുത്തു. ശാഫാൻ പുസ്തകം രാജാവിന്റെ അടുക്കൽ കൊണ്ടുവന്ന് രാജസന്നിധിയിൽ ബോധിപ്പിച്ചത്, അടിയങ്ങൾക്ക് കൽപ്പന തന്നതുപോലെ ഒക്കെയും ചെയ്തിരിക്കുന്നു. യഹോവയുടെ ആലയത്തിൽ കണ്ട ദ്രവ്യം പുറത്തെടുത്ത് വിചാരകന്മാരുടെ കയ്യിലും വേലക്കാരുടെ കയ്യിലും കൊടുത്തിരിക്കുന്നു. രായസക്കാരനായ ശാഫാൻ രാജാവിനോട്, ഹിൽക്കിയ പുരോഹിതൻ ഒരു പുസ്തകം എന്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്ന് ബോധിപ്പിച്ചു. ശാഫാൻ അതിനെ രാജസന്നിധിയിൽ വായിച്ചു കേൾപ്പിച്ചു. ന്യായപ്രമാണത്തിലെ വാക്യങ്ങളെ കേട്ടിട്ട് രാജാവ് വസ്ത്രം കീറി. രാജാവ് ഹിൽക്കിയാവോടും ശാഫാന്റെ മകൻ അഹിക്കാമിനോടും മിഖായുടെ മകൻ അബ്ദോനോടും രായസക്കാരനായ ശാഫാനോടും രാജഭൃത്യനായ അസായാവോടും കൽപ്പിച്ചതെന്നാൽ, നിങ്ങൾ ചെന്ന് കണ്ടുകിട്ടിയിരിക്കുന്ന ഈ പുസ്തകത്തിലെ വാക്യങ്ങളെ കുറിച്ച് എനിക്കും ഇസ്രയേലിനും യഹൂദയിലും ശേഷിച്ചവർക്കും വേണ്ടി യഹോവയുടെ അരുളപ്പാട് ചോദിക്കുവിൻ. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും അനുസരിച്ച് നടക്കത്തക്കവണ്ണം നമ്മുടെ പിതാക്കന്മാർ യഹോവയുടെ വചനത്തെ പ്രമാണിക്കാതെ ഇരിക്കുന്നത് കൊണ്ട് നമ്മുടെ മേൽ പറഞ്ഞിരിക്കുന്ന യഹോവയുടെ കോപം വലിയതല്ലോ. അങ്ങനെ ഹിൽക്കിയാവും രാജാവ് നിയോഗിച്ചവരും അസ്രയുടെ മകനായ തൊഹാത്തിന്റെ മകനായി രാജവസ്ത്ര വിചാരകനായ ഷല്ലൂമിന്റെ ഭാര്യ ഹുൽദ എന്ന പ്രവാചകയുടെ അടുക്കൽ ചെന്നു. അവൾ യെരുശലേമിൽ 2-ാം ഭാഗത്ത് പാർത്തിരുന്നു. അവളോട് ആ സംഗതിയെക്കുറിച്ച് സംസാരിച്ചു. അവൾ അവരോട് ഉത്തരം പറഞ്ഞത്, ഇസ്രയേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങളെ എന്റെ അടുക്കൽ അയച്ച പുരുഷനോട് നിങ്ങൾ പറയേണ്ടതെന്നാൽ, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ ഈ സ്ഥലത്തിനും നിവാസികൾക്കും യഹൂദ രാജാവിന്റെ മുൻപാകെ വായിച്ചു കേൾപ്പിച്ച പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന സകല ശാപങ്ങളുമായ അനർത്ഥം വരുത്തും. അവർ എന്നെ ഉപേക്ഷിച്ച് തങ്ങളുടെ സകല പ്രവൃത്തികളാലും എനിക്ക് കോപം വരത്തക്കവണ്ണം അന്യദൈവങ്ങൾക്ക് ധൂപം കാട്ടിയതുകൊണ്ട് എന്റെ കോപം ഈ സ്ഥലത്ത് ചൊരിയും. അത് കെട്ടുപോവുകയും
ഇല്ല. എന്നാൽ യഹോവയോട് ചോദിക്കുവാൻ നിങ്ങളെ അയച്ച യഹൂദ രാജാവിനോട് നിങ്ങൾ പറയേണ്ട എന്തെന്നാൽ, നീ കേട്ടിരിക്കുന്ന വചനങ്ങളെക്കുറിച്ച് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഈ സ്ഥലത്തിനും നിവാസികൾക്കും വിരോധമായുള്ള ദൈവത്തിന്റെ വചനങ്ങളെ നീ കേട്ടപ്പോൾ നിന്റെ ഹൃദയം അലിഞ്ഞ് നീ അവന്റെ മുൻപാകെ നിന്നെ തന്നെ താഴ്ത്തുകയും എന്റെ മുൻപാകെ നിന്നെ തന്നെ താഴ്ത്തി നിന്റെ വസ്ത്രം കീറി എന്റെ മുൻപാകെ കരയുകയും ചെയ്യുകൊണ്ട് ഞാനും നിന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിന്നെ നിന്റെ പിതാക്കന്മാരോട് ചേർത്തുകൊള്ളും. നീ സമാധാനത്തോട് നിന്റെ കല്ലറയിൽ അടക്കപ്പെടും. ഞാൻ ഈ സ്ഥലത്തിനും നിവാസികൾക്കും വരുത്തുവാൻ പോകുന്ന അനർത്ഥമൊന്നും നിന്റെ കണ്ണ് കാണുകയുമില്ല. അവർ രാജാവിന് ഈ മറുപടി ബോധിപ്പിച്ചു. താങ്ക് യു കൊച്ചുമ്മ. നമ്മൾ കേട്ടത് ദൈവവചനമാണ്. ദിനവൃത്താന്ത പുസ്തകത്തിൽ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ സംഗതികളുടെയും ചരിത്ര പ്രാധാന്യത്തോടു കൂടെ അതിനെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുമ്പോഴാണ് എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നതെന്നും അത് നമ്മളോട് സംസാരിക്കുന്നത് എന്താണ് എന്നും നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കത്തുള്ളൂ. ജോസിയ നാട് വാണിരുന്ന ഒരു സമയം. ജോസിയാവ് നമുക്കറിയാം 8 വയസ്സിൽ ഇസ്രായേലിന്റെ അന്ന് ഇസ്രായേലല്ല, യൂദയുടെ രാജാവായി വാഴിക്കപ്പെട്ട ഒരു മനുഷ്യനാണ്. 8-ാം വയസ്സിൽ രാജാവായ ഒരു മനുഷ്യൻ. ഏതാണ്ട് BC 640 മുതൽ 609 വരെയുള്ള കാലഘട്ടങ്ങളിലാണ് ഈ സംഭവം നടക്കുന്നത്. ജോസിയായുടെ ഗ്രാൻഡ് ഫാദറിനെ നമുക്കറിയാം, മനശ്ശയുടെ മകൻ ആമോന്റെ മകനാണ് ജോസിയ. മനശ്ശയുടെയും ആമോന്റെയും കാലഘട്ടത്തിൽ ഇസ്രായേലിന്റെ അല്ലെങ്കിൽ യഹൂദയുടെ ജീവന്റെ അടിസ്ഥാനമായിരുന്ന യെരൂശലേം ദേവാലയത്തിനുള്ളിൽ ബാൽ വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിക്കുകയും യഹോവയ്ക്ക് പകരമായി ബാലിനെ ആരാധിക്കുകയും ചെയ്യുന്നൊരു ജനസമൂഹത്തെ, അല്ലെങ്കിൽ ബാൽ കേന്ദ്രീകൃതമായി വിഗ്രഹാരാധന നടത്തുന്ന ഒരു ജീവിത ക്രമീകരണത്തെ പ്രതിഷ്ഠിച്ചുകൊണ്ട് യഹോവയ്ക്ക് വിരോധമായിട്ട് സഞ്ചരിച്ച ഇസ്രായേൽ ജനത്തിന് തക്കതായ താക്കീത് നൽകിക്കൊണ്ടാണ് ജോസിയ എന്ന പുതിയൊരു രാജാവിനെ 8-ാം വയസ്സിൽ ദൈവനിയോഗാൽ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ യോസിയ 8-ാം വയസ്സിൽ രാജാവായി വാണപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇവനും മനശ്ശയുടെയും ആമോന്റെയും പോലെ തന്നെ വിഗ്രഹാരാധനയ്ക്ക് വിധേയനാകുന്ന ഒരു രാജാവാണെന്നും അത് തന്നെ തുടർന്നു പോകുമെന്നും പലരും വിചാരിച്ചിരുന്നു. എന്നാൽ യോസിയാവ് അങ്ങനെ ആയിരുന്നില്ല. യോസിയാവ് ദൈവാലയത്തെ പുനഃപ്രതിഷ്ഠിക്കുവാൻ തക്കവണ്ണം, പുനഃക്രമീകരിക്കുവാൻ തക്കവണ്ണം, ആരാധന യഹോവ കേന്ദ്രീകൃതമായ ആരാധനയിലേക്കും സത്യദൈവത്തിങ്കിലേക്ക് ഇസ്രായേലിനെയും ജനസമൂഹത്തെയും നയിക്കുന്ന സത്യ ആരാധനയിലേക്കും തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി തന്നാൽ ആവുന്നതെല്ലാം ചെയ്യുവാൻ യോസിയാവ് തീരുമാനമെടുക്കുകയും അതിൻ പ്രകാരം യോസിയാവ് ഒരു റിലീജിയസ് റിഫോർമേഷൻ, he ordered a religious reformation and to repair the existing temple. Now during their repair, അതാണ് ഇവിടുത്തെ കഥയുടെ പശ്ചാത്തലം. During their repair of the temple, they rediscovered the book of the law. കാരണം ഈ ന്യായപ്രമാണം യഹോവ മോശെ മുഖാന്തരം ഇസ്രായേലിനും ലോകത്തിനും മുഴുവനുമായിട്ട് നൽകിയിരിക്കുന്നതായ ന്യായപ്രമാണം മനശ്ശയുടെയും ആമോന്റെയും കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോവുകയും അങ്ങനെ മനശ്ശയും ആമോനും നാടുവാണിരുന്ന കാലഘട്ടത്തിൽ ന്യായപ്രമാണത്തെ പൂർണ്ണമായിട്ടും മാറ്റിക്കൊണ്ട് ഇസ്രായേൽ എന്ന തെരഞ്ഞെടുക്കപ്പെട്ട സമൂഹം തെറ്റായ ജീവിതം നയിക്കുകയും ചെയ്തിരുന്നൊരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിൽ ന്യായപ്രമാണം പൂർണ്ണമായിട്ടും വിസ്മരിക്കപ്പെട്ടു. അങ്ങനെ ടെമ്പിൾ അല്ലെങ്കിൽ ടെമ്പിളിനെ റീകൺസ്ട്രക്ട് ചെയ്യുക, അതിന്റെ ഫിസിക്കൽ റീകൺസ്ട്രക്ഷൻ അല്ല, അതിന്റെ അർത്ഥപൂർണമായൊരു റീകൺസ്ട്രക്ഷൻ നടക്കുന്നതായ ഒരു സാഹചര്യത്തിൽ ദേ റീഡിസ്കവേർഡ് ദ ബുക്ക് ഓഫ് ദ ലോ. അവർക്ക് അത് എവിടുന്നോ കിട്ടി, ഈ ദൈവാലയത്തിനുള്ളിൽ നിന്ന് തന്നെ എവിടുന്നോ കിട്ടി. Now you should know the irony in this thing. Now the irony is the temple still existed. Temple avada ippundu. The temple still existed, so were the priest. The temple still existed and so were the priest, so were the entire religious system.
The temple existed, the priest existed, the religious system existed, but the word of God was ignored. ദൈവവചനത്തെ പൂർണ്ണമായിട്ടും വിസ്മരിച്ചുകൊണ്ട് ആരാധനകൾ ക്രമീകരിക്കുകയും റിലീജിയസ് സിസ്റ്റത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ജീവിക്കുകയും പുരോഹിതന്മാർ ഈ റിലീജിയസ് സിസ്റ്റത്തെ മുന്നോട്ട് നയിക്കുകയും അതൊരു പഴയ ദൈവാലയത്തിനുള്ളിൽ തന്നെ സംഭവിക്കുകയും ചെയ്തതാണ്. എന്നിട്ടും ദൈവവചനം പൂർണ്ണമായിട്ടും വിസ്മരിക്കപ്പെട്ടു. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് they rediscovered the book of the law. Now a nation that possessed the scripture without actually knowing what they are possessing. Now they lived a life thinking that they are God's people, but they left God's ways entirely. ദൈവവചനം പൂർണ്ണമായിട്ടും വിസ്മരിച്ചുകൊണ്ട് തങ്ങൾ ദൈവജനമാണെന്ന് പറഞ്ഞ് ജീവിച്ചിരുന്ന ഒരു സമൂഹത്തെ പറ്റിയാണ് ഈ വേദ പുസ്തകത്തിൽ നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. Now when Josiah heard the reading from the book, he tore his cloth. എന്നിട്ട് ഈ പുസ്തകം കൊണ്ടുവരികയാണ്. ഷാഫാന്റെ സ്ക്രൈബ് അവിടെ നിന്ന് ഈ പുസ്തകം എടുത്തുകൊണ്ട് വരികയാണ്. മഹാപുരോഹിതനാണ് ഈ പുസ്തകം കണ്ടെത്തുന്നത് എന്നുള്ള കാര്യം ഓർക്കണം. ഹിൽക്കിയാവാണ് ഈ പുസ്തകം കണ്ടെത്തുന്നത്. ഷാഫാനോട് പറയുന്നു, നീ പോയി വായിക്കുക. രായസക്കാരൻ എന്ന് പറഞ്ഞാൽ സ്ക്രൈബ് എന്നാണ് അർത്ഥം. നമ്മൾ ഈ രായസക്കാരൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? രായസക്കാരൻ എന്ന് പറഞ്ഞാൽ സ്ക്രൈബാണ്. ഈ സ്ക്രൈബിനോട് പറഞ്ഞു, നീ ഈ പുസ്തകം കൊണ്ടുപോയി രാജാവിന്റെ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ രാജാവിന്റെ മുമ്പിൽ ഈ പുസ്തകം വായിക്കുകയാണ്. ബുക്ക് ഓഫ് ദ ലോ. മോശ മുഖാന്തരം ഇസ്രായേൽ സമൂഹത്തിന് ദൈവം നൽകിയതായ ന്യായപ്രമാണ പുസ്തകം ഷാഫാൻ രാജാവിന് മുമ്പിൽ വായിച്ചു കേൾക്കുമ്പോൾ രാജാവ് തന്റെ വസ്ത്രം കീറുകയാണ്. He tore his clothes as he realized that no one was living according to the covenant of God that was revealed through the book of the law. Now when Josiah wanted someone to intercede for the kingdom, പക്ഷേ അതാണ് രസകരമായ ഒരു കാര്യം. ഈ പുതിയ ന്യായപ്രമാണത്തിന്റെ പഴയ പുസ്തകം പുതുതായിട്ട് കണ്ടെത്തി യോസിയാവിന് മുമ്പിൽ വായിച്ചു കേൾക്കുമ്പോൾ യോസിയാവ് തന്റെ വസ്ത്രം കീറിയിട്ട് പറയുന്നൊരു കാര്യം നമുക്ക് ശ്രദ്ധയോടെ കേൾക്കേണ്ടതാണ്. ഈ പുസ്തകം വായിക്കാൻ എല്ലാവർക്കും സാധിക്കുന്നു, ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളുമാണല്ലോ. എന്നാൽ ഇത് സംബന്ധമായി യഹോവയുടെ അരുളപ്പാട് എന്താണെന്ന് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. ഈ വചനത്തെ അർത്ഥപൂർണമായിട്ട് മനസ്സിലാക്കിപ്പിക്കുവാൻ നമ്മളുടെ ഇടയിൽ ആരുണ്ട് എന്നൊരു ചോദ്യത്തിലേക്ക് അവർ പ്രവേശിക്കാൻ. When Josiah wanted someone to intercede for the kingdom in front of God and to know what next to do. Now the answer to this remains a very blank. Now they all went to a person whom, ഒരു വർഷം നിങ്ങൾ എത്ര പേർക്ക് ഇവരെ കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അവരെല്ലാവരും കൂടെ ഒരു തീരുമാനം എടുത്തു, ഒരു സ്ത്രീയുടെ അടുക്ക പോകാം. ഹുൽദ എന്ന് പറയുന്ന പ്രവാചകി. നമുക്ക് എത്ര പേർക്ക് നമ്മൾ ജീവിതത്തിൽ കേട്ടിട്ടുള്ള ഒരു ആളാണ് ഈ ഹുൽദ പ്രവാചകി എന്ന് നമ്മളൊന്ന് തിരിച്ചറിയണം. ഞാൻ അവരിലേക്കാണ് ഇന്നത്തെ നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഹുൽദ ഒരു പ്രവാചകിയാണ്. വേദപുസ്തകത്തില് ഒരുപാട് പേരുടെ പേര് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പേരുടെ പേര് പറയാതിരുന്നിട്ടുണ്ട്. ഈ ഒട്ടുമിക്ക സ്ത്രീ കഥാപാത്രങ്ങളും വേദപുസ്തകത്തിൽ വരുമ്പോൾ അവർ പേരില്ലാത്തതായിട്ട് മാറുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രധാനപ്പെട്ട പലർക്കും വേദപുസ്തകത്തിൽ പേരുകളില്ല. അവർ ചെയ്തതായിട്ടുള്ള പ്രവൃത്തികൾ വളരെ ശ്രദ്ധാപൂർവം നമ്മൾ മനസ്സിലാക്കേണ്ടതും വളരെ പ്രധാനപ്പെട്ടതുമാണെങ്കിൽ പോലും പലർക്കും പേരുകളില്ലാതെ കടന്നുപോയിട്ടുള്ളവരാണ് വേദപുസ്തകത്തിൽ. എന്നാൽ വേദപുസ്തകത്തിൽ ഒറ്റ പ്രാവശ്യം മാത്രം കടന്നു വരുന്ന ഈ ഒരു പ്രവാചകിക്ക് ഒരു പേര് കൊടുത്ത് ബഹുമാനിക്കത്തക്കവണ്ണം പ്രാധാന്യം വേദപുസ്തകം ചരിത്രം എഴുതിയവർക്കുണ്ടെങ്കിൽ ഈ ഹുൽദ ഒരു സാധാരണക്കാരിയല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ എത്ര പേർ ഈ ഹുൽദയെ അറിയുന്നുണ്ട് എന്നതും ഒരു ചോദ്യചിഹ്നമായിട്ട് അവിടെ നിൽക്കട്ടെ. Now there were well-known, highly respected leaders and priests in Judah during those times. ആരും ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല ഇവരെല്ലാം കൂടെ ഓടി ന്യായപ്രമാണ പുസ്തകം വ്യാഖ്യാനിക്കാനായിട്ട്, അല്ലെങ്കിൽ ദൈവം എന്താണ് പറയുന്നതെന്ന് അറിയാനായിട്ട് ഒരു പ്രവാചകയുടെ അടുക്കലേക്ക് ഇവരെല്ലാവരും കൂടെ ഓടി എത്തിയത്. ആ നാട്ടിൽ മറ്റ് പ്രവാചകന്മാരോ ആ നാട്ടിൽ മറ്റ് മറ്റ് പുരോഹിതന്മാരോ ശ്രേഷ്ഠരായ അവരാരും ഇല്ലാതിരുന്നിട്ടല്ല. ഈ വേദപുസ്തകത്തിൽ തന്നെ, ഇതേ ക്രോണിക്കിൾസിൽ തന്നെ ഇതേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരുപാട് പേരെ പറ്റി പറയുന്നുണ്ട്. ഹിൽക്കിയാവ് സാധാരണക്കാരനായിരുന്നില്ല. ഹി വാസ് എ വെരി ഹൈ പ്രീസ്റ്റ്.
അഹീകാമിനെ പറ്റി പറയുന്നുണ്ട്, സൺ ഓഫ് ഷാഫാൻ. ആഖോറിനെ പറ്റി പറയുന്നുണ്ട്, a trusted officer in the court. Now ഷാഫാൻ himself, the official scribe. പിന്നെ ആസിയായെ പറ്റി പറയുന്നുണ്ട്, ദ ചീഫ് സെർവന്റ് ഓഫ് ദ കിങ്. അങ്ങനെ തുടങ്ങി വിശ്വസ്തരായ, രാജാവിന് ഏറ്റവും വിശ്വസ്തതയുള്ള ഒരുപാട് പേർ ചുറ്റുവട്ടങ്ങളിലുണ്ട്. അല്ലെങ്കിൽ യഹൂദന്മാരുടെ ജീവിത ക്രമത്തെ പറ്റി കൃത്യമായിട്ട് ബോധ്യമുള്ളവരായിട്ടുള്ള ഒരുപാട് പേര് ചുറ്റിലുമുണ്ടെങ്കിലും none of them were consulted. None of them were consulted. There were priests, but Huldah was consulted. Now, this is not a story of a woman allowed to speak. നമ്മൾ പെട്ടെന്ന് അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നത്. This is not a story of a woman who was allowed to speak. Instead, she already possessed the authority of a prophet. ഒരു പ്രവാചകയുടെ അതോറിറ്റി തന്റെ ജീവിതത്തിൽ നിർവഹിച്ചു കൊണ്ടിരുന്ന ഒരു സ്ത്രീ ആയിട്ടാണ് ഹുൽദായെ വേദപുസ്തകം പരിചയപ്പെടുത്തുന്നത്. നോക്കൂ, ഈ ഭാഗം ഞാൻ ഇന്ന് എടുക്കാൻ പ്രധാനപ്പെട്ട ചില കാരണങ്ങളുണ്ട്. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ പ്രവാചക ദൗത്യം നമ്മൾ ആരും ഏറ്റെടുക്കാൻ തയ്യാറല്ല. നമുക്ക് പ്രാർത്ഥിക്കാൻ വളരെ താല്പര്യമുണ്ട്, വേദപുസ്തകം വായിക്കാൻ താല്പര്യമുണ്ട്, പള്ളിയിൽ പോകാൻ താല്പര്യമുണ്ട്, പള്ളിയിൽ അല്ലെങ്കിൽ ദേവാലയത്തിൽ നടക്കുന്ന ആരാധനകളിൽ സംബന്ധിക്കാൻ താല്പര്യമുണ്ട്. എന്നാൽ ഇതിനെല്ലാം അപ്പുറമായി ദേവാലയത്തിലെ ഓർഗനൈസേഷൻസ് അതിൽ പ്രവർത്തിക്കാൻ നമുക്ക് താല്പര്യമുണ്ട്. ഇപ്പൊ ദേവാലയത്തിൽ ഇനിയിപ്പോ ഓണാഘോഷം നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നതൊക്കെ നമ്മൾ തന്നെയൊക്കെ ആയിരിക്കും. പക്ഷേ ഒരു പ്രവാചക ദൗത്യം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. ഈ പറഞ്ഞതൊന്നുമല്ല പ്രവാചക ദൗത്യം. പള്ളിക്കുള്ളിൽ പ്രവർത്തിക്കുന്നതുമായോ വേദപുസ്തകം വായിക്കുന്നതുമായോ കേവലമായി അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നതും ആയോ ഒന്നും ഇതിനെല്ലാം അപ്പുറത്ത് നിൽക്കുന്ന ഒരു ദൗത്യമാണ് യഥാർത്ഥത്തിൽ പ്രവാചക ദൗത്യം എന്ന് പറയുന്നത്. നമ്മളിൽ എത്ര പേർ ഇന്ന് പ്രവാചക ദൗത്യം ഏറ്റെടുക്കുന്നുണ്ട്? ഉടനെ ഇറങ്ങി നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി പ്രവചിക്കണം എന്നൊരർത്ഥത്തിലല്ല. പ്രവാചക ദൗത്യം എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ വളരെ വ്യത്യസ്തമായ ഒരു ദൗത്യമാണ്. യോഹന്നാൻ സ്നാപകൻ വരെ ആ ദൗത്യം ചെയ്തതായിട്ട് നമ്മൾ വേദപുസ്തകത്തിൽ നിന്ന് തന്നെ വായിക്കുന്നുണ്ട്. തെറ്റായ ഒരു കാര്യം എവിടെ നടന്നാലും ദൈവനിയോഗം ഇതല്ല എന്ന് മുറുകെ ഉറക്കെ വിളിച്ചു പറയുവാനുള്ളൊരു ദൗത്യമാണ് പ്രവാചക ദൗത്യം. ആ ശരി തെറ്റുകളെ സമൂഹത്തിന് മുമ്പിൽ കൃത്യമായിട്ട് ബോധിപ്പിക്കുവാൻ തക്കവണ്ണവും ദൈവനിയോഗം എന്താണ് എന്ന് കൃത്യതയോടെ പറയുവാൻ തക്കവണ്ണവും അത് പുനഃപ്രതിഷ്ഠിക്കുവാൻ തക്കവണ്ണവും ആ നന്മ പുനഃപ്രതിഷ്ഠിക്കുവാൻ തക്കവണ്ണവും വിളിയാൽ മാറ്റപ്പെട്ട വ്യക്തിത്വങ്ങളെയാണ് പ്രവാചകന്മാർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഹുൽദ ഒരു ശക്തയായ പ്രവാചകിയാണ്. ഈ പ്രവാചകയിൽ നിന്ന് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ചില സംഭവങ്ങൾ മാത്രം, ചില കാര്യങ്ങൾ മാത്രം ഞാനിവിടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. പ്രത്യേകിച്ച് ഈ ദിനവൃത്താന്തം രണ്ട് ദിനവൃത്താന്തങ്ങളുടെ 34 അധ്യായത്തെ ആസ്പദമാക്കി. ഇതേ സംഭവം തന്നെ നമ്മൾ 2 രാജാക്കന്മാർ 22 അധ്യായത്തിൽ ഇതുപോലെ തന്നെ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ രണ്ടും വായിക്കണം. രണ്ടും വായിച്ചാൽ ഇത് മനസ്സിലാകത്തുള്ളൂ. അതോറിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് പൊസിഷൻ. അതോറിറ്റി ഹാസ് നത്തിങ് ടു ഡു വിത്ത് പൊസിഷൻ ബട്ട് ഫെയ്ത്ത്ഫുൾനെസ്. നമ്മളുടെ വിചാരം അതോറിറ്റി, അധികാരം എന്ന് പറയുന്നത് ഒരു സ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നാണ്. എന്നാൽ വേദപുസ്തകം പ്രത്യേകിച്ച് ഹുൽദായുടെ കഥാപാത്രത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അധികാരം എന്ന് പറയുന്നത് ഒരു സ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല, മറിച്ച് വിശ്വസ്തതയും ദൈവവുമായിട്ടുള്ള വിശ്വസ്തതയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. താൻ വിശ്വസിക്കുന്ന ദൈവത്തോടും താൻ ജീവിക്കുന്ന സമൂഹത്തോടുള്ള സ്നേഹവും, താൻ വിശ്വസിക്കുന്ന ദൈവത്തോടുള്ള വിശ്വസ്തതയും താൻ ജീവിക്കുന്ന സമൂഹത്തോടുള്ള സ്നേഹവും കൂടി ചേർന്നുമ്പോൾ ഉണ്ടാകുന്നതാണ് അതോറിറ്റി. Now, unlike most other prophets, Huldah had a household. മറ്റു പ്രവാചകന്മാരെ നമ്മൾ നോക്കുമ്പോൾ ഇവര് ഹൗസ് ഹോൾഡിന് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നില്ല. എന്നാൽ ഹുൽദായെ പറ്റി പറയുന്നത് ഒരു പ്രവാചകയായിരുന്നു, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവളാണ്. ഹുൽദായെ പറ്റി പറയുന്നത് ഷീ ഹാഡ് എ ഹൗസ് ഹോൾഡ്. ഷീ ഹാഡ് എ ഹൗസ് അറ്റ് ദ സെക്കൻഡ് ക്വാർട്ടർ ഓഫ് ജെറുസലേം എന്നാണ് ഈ വേദപുസ്തകം പരിചയപ്പെടുത്തുന്നത്. യെരുശലേമിന്റെ 2ാം ക്വാർട്ടറിൽ ഒരു വീട്ടിൽ താമസിക്കുന്ന ഒരു ഹുൽദായെ കാണാൻ വേണ്ടിയാണ് രാജാവ് അയക്കുന്നതായ ഷാഫാന്റെ മകനും എല്ലാവരും ചെല്ലുന്നത് ഈ പുസ്തകത്തിനെ പറ്റി വ്യാഖ്യാനിക്കാനായിട്ട്. Now, her husband was a well-known, a renowned person connected with the temple and royal establishment.
അപ്പൊ ഇത് ഒരു സാധാരണക്കാരനായിരുന്നില്ല ഹുൽദായുടെ ഭർത്താവ്. അപ്പോൾ ഒരു വീടും കുടുംബവും ഒരു കെട്ടുറപ്പുള്ളൊരു ജീവിത ക്രമത്തിനുള്ളിൽ ജീവിച്ചിരുന്ന ഒരു സ്ത്രീയാണ് ഹുൽദ എന്ന് പറയുന്നത്. ഏതാണ്ട് നമ്മളെ പോലൊക്കെ തന്നെ. അപ്പൊ ഹുൽദായിക്ക് നമ്മളെ പോലെ ജീവിതം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾക്ക് എന്തുകൊണ്ട് ഹുൽദായെ പോലെ ഒരു പ്രവാചക ദൗത്യം ഏറ്റെടുക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നില്ല? Now she was a very normal person, like you and I, living a very normal life with a family, and still was called to be a prophetess. She was very normal. അപ്പൊ നമ്മൾ വിചാരിക്കും ഈ പരിശുദ്ധനായ പരിമല തിരുമേനിയെ പറ്റി അതൊക്കെ വേറെ ഒരു ലെവൽ. നമുക്കൊന്നും അത്രയാകാൻ പറ്റത്തില്ലെങ്കിലും അത് വേറെ ലെവൽ എന്നാണ് നമ്മുടെ വിചാരം. പക്ഷെ സാധാരണക്കാരിൽ നിന്നാണ് ദൈവം തന്റെ ദൗത്യം നിർവഹിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കുന്നത്. അത് മോശയുടെ കാര്യത്തിൽ നിന്ന് തുടങ്ങി എല്ലാ വേദപുസ്തകത്തിലെ കഥാപാത്രങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ സാധാരണക്കാരിലൂടെ തന്റെ ദൗത്യ നിർവഹണത്തിന്റെ അർത്ഥം മുന്നോട്ട് വെക്കുകയാണ് ദൈവം ചെയ്യുന്നത്. ഹുൽദ ഒരു സാധാരണക്കാരിയായിരുന്നു, നമ്മളെ പോലെ തന്നെ. ഒരു വീട്ടിൽ താമസിച്ചിരുന്ന, ഭർത്താവും കുടുംബവുമായിട്ടൊക്കെ താമസിച്ച് സാധാരണക്കാരെ പോലെ ഒരു സ്ത്രീയായിട്ട് ജീവിച്ച്, എന്നാൽ ഒരു ശക്തയായ പ്രവാചക ദൗത്യം തന്റെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ തക്കവണ്ണം തയ്യാറായ ഒരു സ്ത്രീയായിട്ടാണ് വേദപുസ്തകത്തിൽ ഹുൽദയെ പരിചയപ്പെടുത്തുന്നത്. Now she had her normality of life. Now going forward, as soon as the royal delegation, രാജാവ് അയച്ച ആൾക്കാർ, they seek her, what does God say to us through what we just discovered? ദൈവം എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? ഞങ്ങൾ ഇപ്പോൾ കണ്ടുപിടിച്ച ഈ സംഭവത്തെ പറ്റി ഞങ്ങളിപ്പോ കണ്ടുപിടിച്ചല്ലോ, ഈ ലോ, ന്യായപ്രമാണം. ഒരുപാട് നാൾ ഇഗ്നോർ ചെയ്ത് ഇട്ടിട്ടും ദൈവാലയത്തിനുള്ളിൽ നിന്ന് കിട്ടിയതാണ് ഈ ലോ എന്ന് പറയുന്നത്, ന്യായപ്രമാണ പുസ്തകം. അതിനെപ്പറ്റി ദൈവത്തിന് എന്താണ് പറയാനുള്ളത് എന്ന ചോദ്യം ഹുൽദയോട് ചോദിക്കുമ്പോൾ ഹുൽദ did not say, let me think about it, let me ask, let me pray. No, she didn't say that. Instead she quickly said, thus says the Lord. പ്രവാചകന്മാരെല്ലാവരും തങ്ങളുടെ പ്രവാചക ദൗത്യത്തിന്റെ ആദ്യത്തെ വരികളിൽ പറയുന്ന അതേ കാര്യം ഉടൻ അവൾ പറഞ്ഞു, thus says the Lord. She was ready to take up her job. She was ready to do her duty as a prophetess of God. അപ്പോ നമ്മളുടെ ജീവിതത്തിലും നമ്മളുടെ നോർമൽ ജീവിതത്തിലും ഹുൽദയെ പോലെ ആകുവാൻ നമുക്ക് സാധിക്കുമെന്നുള്ളത് ഒരു വശത്ത് നിൽക്കെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ വരുന്നതായിട്ടുള്ള പ്രയാസങ്ങളോടും ബുദ്ധിമുട്ടുകളോടും നമ്മൾ ഞാനൊരു അല്പം കൂടെ കഴിഞ്ഞ് ഇതിനകത്ത് ഇടപെടാം, അല്ലെങ്കിൽ മറ്റൊരാൾ നമ്മളുടെ അടുത്തൊരു ആവശ്യവുമായിട്ട് വരുമ്പോൾ ഒരല്പം ഒന്ന് കഴിഞ്ഞോട്ടെ, ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തോട്ടെ, ഒന്ന് ചിന്തിച്ചോട്ടെ, മറ്റൊരാളോട് ചോദിച്ചോട്ടെ, ഇതൊന്നും പറയാൻ അവൾ തയ്യാറായില്ല. അവൾ തന്റെ പ്രവാചക ദൗത്യം ഏറ്റെടുക്കുക. തന്റെ പ്രവാചക ദൗത്യം ഏറ്റെടുത്ത് ശരി എന്താണെന്ന് ലോകത്തിന് ബോധ്യപ്പെടുത്തുവാൻ തക്കവണ്ണം she said, thus says the Lord. ദൈവം ഇതാണ് നിന്നോട് പറയുന്നത് എന്ന് വിളിച്ചു പറയുകയാണ്. Her readiness is what we need to follow. Even though she was very normal, she was leading a very normal life. Her readiness to take up the job. Now, വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ God's word must be interpreted, not merely possessed. നമ്മളെല്ലാവരും ദൈവവചനം അറിയുന്നവരാണ്. ദൈവവചനം നമ്മൾ വായിക്കുന്നു, ദൈവവചനം നമ്മൾ അറിയുന്നു, നമ്മൾ ഒരുപാട് പ്രസംഗങ്ങൾ കേൾക്കുന്നു. ബൈബിൾ must bring transformation in life. നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ ഈ വേദപുസ്തകത്തിനോ ദൈവവചനത്തിനോ സാധിക്കുന്നില്ലെങ്കിൽ ഈ ബൈബിൾ വെറും ഒരു പുസ്തകം മാത്രമാണ്. Now, our knowledge is to be transformed into the real following of what we know. നമ്മൾ അറിയുന്നതെന്തോ ആ അറിവ് നമ്മളുടെ ജീവിതത്തിനെ സ്വാധീനിക്കുവാൻ തക്കവണ്ണവും അതിൽ മാറ്റങ്ങൾ വരുത്തുവാനും ഉതകുന്നില്ലെങ്കിൽ ആ അറിവിന് അർത്ഥങ്ങളില്ലാതെ പോകുന്നു. വേദപുസ്തകത്തിന് പോലും അർത്ഥമില്ലാതെ പോകുന്നത് വേദപുസ്തകം ജീവിതത്തിന്റെ ഭാഗമാകാത്തത് മൂലമാണ്. Now, that's why we say God's word must be interpreted into the life, incorporated into our life, not merely possessed, not merely be possessed. അത് എനിക്കറിയാം വേദപുസ്തകം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഹുൽദയെ നമ്മൾ അവിടെ നമ്മൾ ഫോളോ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. She interpreted
the Bible. She interpreted the word of God. വീണ്ടും മുന്നോട്ട് പോയാൽ genuine prophecy, even if it is not pleasing, must be said aloud. നമ്മൾ പള്ളിയിൽ ഒരു തെറ്റ് കണ്ടാൽ, നമ്മുടെ കുടുംബത്തിലുള്ള ഒരു തെറ്റ് കണ്ടാൽ, നാം ജീവിക്കുന്ന സമൂഹത്തിൽ ഒരു തെറ്റ്, നാം ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഒരു തെറ്റ് കണ്ടാൽ, we should be bold enough to tell that this is not correct. ഇത് തെറ്റാണെന്ന് പറയുവാൻ തക്കവണ്ണമുള്ള പ്രവാചക ദൗത്യം നമ്മൾ ഏറ്റെടുക്കണം. ഹുൽദായും ഒരു സ്ത്രീ ആയിരുന്നല്ലോ. ഇവിടെ ഇരിക്കുന്ന, എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും സഹോദരികൾ, നമ്മളുടെ കൺമുമ്പിൽ ഒരു തെറ്റ് കണ്ടാൽ നമ്മളുടെ ബോധ്യം ദൈവബോധ്യവുമായിട്ട് ശരിയാണെന്ന് തോന്നിയാൽ ആ ദൈവബോധ്യത്തെ യാതൊരു ഭയവും സങ്കോചവും കൂടാതെ വിളിച്ചു പറയുവാനുള്ള പ്രവാചക ദൗത്യമാണ് ഇന്ന് നിങ്ങളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. ജോസിയ വാസ് എ വെരി ഗുഡ് കിങ്. വേദപുസ്തകത്തിൽ അങ്ങനെയാണ് പറയുന്നത്. ജോസിയ വാസ് എ വെരി ഗുഡ് കിങ്. He was already in the process of repairing. നമ്മൾ ഈ 33-ാമത്തെ അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ അത് വായിക്കുന്നുണ്ട്. ജോസിയ വാസ് ഓൾറെഡി റിപ്പയറിംഗ് ദ ടെമ്പിൾ, ഓൾറെഡി ഡൂയിങ് റിഫോർമേഷൻസ് ഇൻ ദ റിലീജിയൻ. But that doesn't stop Hulda from prophesying what is going to come to the kingdom. ഇതൊന്നും അവളുടെ പ്രവാചക ദൗത്യത്തിൽ നിന്ന് അവളെ പിന്തിരിപ്പിക്കുവാൻ തക്കവണ്ണം ഉതകുന്നതായിരുന്നില്ല. നമ്മൾ പലപ്പോഴും ഇന്ന് പല കാര്യങ്ങളും വിളിച്ചു പറയുന്നതൊന്നും സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അയ്യോ, അച്ഛൻ എന്ത് തോന്നും, അല്ല ട്രസ്റ്റിക്ക് എന്ത് തോന്നും, എന്റെ ഭർത്താവിന് എന്ത് തോന്നും, ഇച്ചിരി തെറ്റൊക്കെ ചെയ്താലും കുഴപ്പമില്ല, ഇപ്പൊ നമ്മളങ്ങ് മിണ്ടാതങ്ങ് പോയാ പോരെ. അതല്ല പ്രവാചക ദൗത്യം എന്ന് പറയുന്നത്. തെറ്റായ കാര്യം മുന്നിൽ കണ്ടാൽ തെറ്റാണെന്ന് വിളിച്ചു പറയുവാൻ തക്കവണ്ണമുള്ള തന്റെ ഇടമാണ് യഥാർത്ഥത്തിൽ പ്രവാചകന്മാർക്കുണ്ടായിരുന്നത്. ആ തന്റെ ഇടമാണ് ഇന്ന് സമൂഹത്തിലും സഭയിലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് ഹുൽദായിൽ നമുക്ക് കാണാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അതൊരു വലിയ ലെസൺ ആണ് ഹുൽദായിൽ നമ്മൾ പഠിക്കുന്നത്. സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ മുന്നോട്ട് വീണ്ടും പോകുന്നു. റിപ്പന്റൻസ്, ഹുൽദ വിളിച്ചു പറയുന്നത് നിങ്ങൾ റിപ്പന്റ് ചെയ്യണമെന്നാണ്. ഇസ്രായേൽ സമൂഹം മുഴുവനും മാനസാന്തരപ്പെടണമെന്നാണ് വിളിച്ചു പറയുന്നത്. റിപ്പന്റൻസ് ഹാസ് ഗോട്ട് എ കമ്മ്യൂണൽ ഡൈമെൻഷൻ. നമ്മൾ വിചാരിക്കുന്നത്, ഹുൽദായിൽ നിന്ന് പഠിക്കുന്ന മറ്റൊരു പാഠമാണത്. നമ്മൾ വിചാരിക്കുന്നത് ഈ റിപ്പന്റൻസ് എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ, കുംഭസാരം എന്ന് പറയുന്ന ഒരു പേഴ്സണൽ കാര്യമാണെന്നാണ്. ഞാനും ദൈവവും തമ്മിൽ മാത്രം അറിയാവുന്ന ഒരു 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 പിൻവാങ്ങൽ, തിന്മയിൽ നിന്നുള്ളൊരു പിൻവാങ്ങൽ. എന്നാൽ റിപ്പന്റൻസിനെ പറ്റി പൊതുവിൽ വേദപുസ്തകം പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ പേഴ്സണൽ ഓർ എ പ്രൈവറ്റ് എക്സ്പീരിയൻസ്, ഇറ്റ് ഈസ് എ കമ്മ്യൂണൽ എക്സ്പീരിയൻസ് എന്നാണ്. നിനിവേക്ക് സംഭവിക്കുന്നത് അത് തന്നെയാണ്. വ്യക്തികളിലൂടെ സമൂഹത്തിലേക്കും രാജ്യത്തിലേക്കും മാനവകുലത്തിലേക്കും മുഴുവനും സഞ്ചരിക്കുന്നതും, നിനിവേയിലേക്ക് പോകുമ്പോൾ അത് സൃഷ്ടി മുഴുവനിലേക്കും സഞ്ചരിക്കുന്നതുമായ ഒരു കമ്മ്യൂണൽ ഡൈമെൻഷൻ ഈ കൺഫെഷനുണ്ട്, ഈ റിപ്പന്റൻസിനുണ്ട്. ജോസിയ ഇൻ ദാറ്റ് സെൻസ് വാസ് പേഴ്സണലി വെരി ഗുഡ്. വേദപുസ്തകം അങ്ങനെ തന്നെയാണ് ജോസിയാവിനെ പറ്റി പറയുന്നത്. അയാൾ വ്യക്തിപരമായ നല്ലൊരു മനുഷ്യനായിരുന്നു. ബട്ട് ദി ഇൻഡിവിജ്വൽ സ്പിരിച്വാലിറ്റി മസ്റ്റ് ലീഡ് അസ് ടു കമ്മ്യൂണൽ റിഫോർമേഷൻ. And through communal reformation, God wants us to take up the job of communal repentance. നമ്മളിലൂടെ നമ്മളുടെ വ്യക്തിപരമായ നന്മ മാത്രം ലോകത്തിന് പരിചയപ്പെടുത്തുവാൻ വേണ്ടിയല്ല നമ്മളെ ലോകത്തിലാക്കി വെച്ചിരിക്കുന്നത്. മറിച്ച് നമ്മളിലൂടെ ദൈവം ആഗ്രഹിക്കുന്നതായ രക്ഷണ്യ ദൗത്യത്തിന്റെ പൂർത്തീകരണം സഫലമാകണം. അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ഞാൻ മാത്രം സ്വർഗത്തിൽ പോയാൽ പോരാ. ഞാൻ നല്ലത് ചെയ്തു ഞാൻ മാത്രം സ്വർഗത്തിൽ പോകുന്നത് കൊണ്ട് അവസാനിക്കുന്ന ഒന്നല്ല ഈ പറയുന്ന രക്ഷാദൗത്യം എന്ന് പറയുന്നത്. ഞാൻ സ്വർഗത്തിൽ പോകുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഞാൻ ജീവിക്കുന്ന സമൂഹത്തിന്റെ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ജീവിക്കുന്ന സമൂഹവും ഒരു കമ്മ്യൂണൽ ആയിട്ടുള്ളൊരു ഡൈമെൻഷൻ ഇതിന് കാണാൻ തക്കവണ്ണം ശ്രമിക്കേണ്ടത് ആവശ്യമാണെന്ന് ഉള്ളൊരു വലിയ അധ്യായം കൂടെ ഈ ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. ഹുൽദയുടെ ജീവിതത്തിൽ അത് വളരെ ശക്തമായിട്ട് മുന്നോട്ട് വെക്കപ്പെടുന്ന ഒരു ചിന്ത തന്നെയാണ്. വീണ്ടും കുറച്ച് മുന്നോട്ട് പോകാം. പബ്ലിക് വിസിബിലിറ്റി. പബ്ലിക് വിസിബിലിറ്റി ഇസ് നോട്ട് എ ക്രൈറ്റീരിയ ഫോർ ഇഫക്റ്റീവ്നെസ്, എസ്പെഷ്യലി സ്പിരിച്വൽ ഇഫക്റ്റീവ്നെസ്. നമ്മൾ സാധാരണ ഹുൽദയെ പറ്റി എനിക്കറിയില്ല, നമ്മൾ കുറച്ചുപേരെങ്കിലും അറിയാമായിരിക്കാം. പക്ഷെ ഒരുപാട് പേർക്ക് ഈ ഹുൽദ ആരാണെന്ന് പോലും അറിയത്തില്ല. എന്നാൽ പ്രവാചകന്മാരുടെ ലിസ്റ്റ് എടുത്താൽ നമുക്ക് അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ പറയാൻ ഒരുപാട് പേരുകളുണ്ട്. പ്രത്യേകിച്ച് അതിൽ നിങ്ങൾക്ക് അറിയാലോ പുരുഷന്മാരുടെ പേരുകളാണ് കൂടുതലുള്ളത്.
പിന്നെ അങ്ങേയറ്റം തുടങ്ങിയ ഏലിയ, മോശ, ഏലിയാവ്, ഏലീശ തുടങ്ങി അവിടുന്ന് ഇങ്ങോട്ട് യെശയ്യാവ്, ഇരമ്യാവ്, യെഹസ്കിയേൽ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ പറഞ്ഞ് ഏറ്റവും അവസാനം യോന, ഇങ്ങനെ പറഞ്ഞ് യോഹന്നാൻ സ്നാപകൻ വരെ വരുന്നത് വരെയും നീണ്ടു നിൽക്കുന്ന പല സുപരിചിതമായ പേരുകൾക്കും ഇടയിൽ പതുങ്ങിപ്പോയ ചില പേരുകളിൽ ഒന്നാണ് ഈ സ്ത്രീയുടെ പേര്. That means public visibility is not a criteria for effective spirituality. Now, Huldah is not known before and after this incident. ഇതിനു മുമ്പ് അവൾക്ക് എന്തായിരുന്നു, അവൾ ആരായിരുന്നു എന്നോ ഇതിന് ശേഷം അവൾക്ക് എന്ത് സംഭവിച്ചോ എന്നോ ഒന്നും വേദപുസ്തകം പരിചയപ്പെടുത്തുന്നില്ല. Her childhood, other activities, other works, nothing is known to anyone. She comes and she goes. But this one thing in the history makes her to be known as one of the greatest prophetess in the life of Israel. ഇസ്രായേലിൽ നിങ്ങൾക്ക് അറിയാവുന്ന അല്ലെ, ഇസ്രായേലിന്റെ ചരിത്രം നിങ്ങൾ പഠിച്ചാൽ മനസ്സിലാവും. എന്നിട്ട് 5 പ്രവാചകിമാര് ഇസ്രായേലിനുണ്ട്. 5 പ്രവാചകിമാരിൽ ഒരാളായിട്ട് ഹുൽദായി മാറുകയാണ്. അതും നോക്കണേ, ഒരു പ്രാവശ്യം മാത്രം, ഒരു ഇൻസിഡന്റിൽ മാത്രം പേര് വന്നു പോയി എന്നതുകൊണ്ട് മാത്രം. Now, kingdom significance is not proportional to public visibility. പബ്ലിക് വിസിബിലിറ്റി ഒരാൾക്കുണ്ട്, അല്ലെങ്കിൽ ഒരാൾ ഭയങ്കര പബ്ലിക്ലി വിസിബിൾ ആണ് എന്നതുകൊണ്ട് ദൈവത്തിന്റെ രക്ഷണ്യ പ്രവർത്തനവുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. പബ്ലിക് വിസിബിലിറ്റി അല്ല നമ്മുടെ ഇഫക്റ്റീവ്നെസ്സിന് കാരണം. നമ്മൾ ജീവിക്കുന്ന സമൂഹമോ നമ്മൾ ജീവിക്കുന്ന ഇടമോ എത്ര ചെറുതാണെങ്കിലും ആ ചെറിയ ഇടത്തിൽ നുറുങ്ങ് വെട്ടമായിട്ട് തീരാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. ഇപ്പം നമ്മളിപ്പോ ഈ ലിസ്റ്റിനകത്ത് തന്നെ നോക്കി, എലിസബത്ത് ആന്റി എല്ലാവർക്കും അറിയാം അല്ലേ? ദാറ്റ് ആക്ച്വലി മേക്സ് ഹെർ റെസ്പോൺസിബിലിറ്റി മോർ സിവിയർ. പക്ഷെ നമ്മൾ ഇങ്ങനെ ആരും അറിയാതെ തന്നെ ദൈവവചനം കേൾക്കാനായിട്ട് വന്നുകൂടിയിട്ടുള്ളവരും ഇല്ലേ എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മൾ ഓരോരുത്തരുടെയും സർക്കിൾസ് വലുതോ ചെറുതോ ആയിക്കൊള്ളട്ടെ, പബ്ലിക് വിസിബിലിറ്റി ഉണ്ടോ ഇല്ലയോ ഇതൊന്നും ഒരു ചോദ്യമല്ല. നാം ജീവിക്കുന്ന ചെറിയ സമൂഹത്തിന്റെ ഉള്ളിൽ നുറുങ്ങ് വെട്ടമായിട്ട് തീരാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഞങ്ങൾ അച്ഛന്മാരുടെ ഇടയിൽ ചിലർ പറയും, ചിലപ്പോൾ പറയാറുണ്ട്, വലിയ പള്ളികൾ, ചെറിയ പള്ളികൾ. അങ്ങനൊന്നും ഇല്ലെന്നാണ് അതിന്റെ വാസ്തവം. വലിയ പള്ളി ചെറിയ പള്ളി എന്നൊന്നുമില്ല, ഉള്ളത് പള്ളിയാണ്. അത് ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ. ചെറുതോ വലുതോ എന്നതല്ല പ്രശ്നം, വിസിബിലിറ്റി അല്ല പ്രശ്നം. ഇൻസ്റ്റെഡ് ഇഫക്റ്റീവ്നെസ് ആണ് പ്രശ്നം, സ്പിരിച്വൽ ഇഫക്റ്റീവ്നെസ്. That's why I said kingdom significance is not proportional to public visibility. Now, when moment come, she had something to say. When moment came, she had something to say. നമ്മൾ അങ്ങനെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ? നമ്മളുടെ പ്രാർത്ഥനകൾ ആവശ്യമുണ്ട് എന്ന് വന്നപ്പോൾ, നമ്മളുടെ ഇടപെടൽ ആവശ്യമുണ്ടെന്ന് വന്നപ്പോൾ, നമ്മുടെ ഒരു അഡ്വൈസ് വേണമെന്ന് ആഗ്രഹിച്ച് ജീവിച്ചിരുന്നൊരു കാലഘട്ടത്തിൽ നമ്മൾ ഇഫക്റ്റീവായിട്ട് മാറിയിട്ടുണ്ടോ എന്ന് മാത്രമാണ് ചോദ്യം. അല്ലാതെ ആർ യു പബ്ലിക്കലി വിസിബിൾ ഇതൊന്നും ഒരു ചോദ്യമല്ല. ഹുൽദ ടീച്ചേഴ്സ് us another lesson. Now, മുന്നോട്ട് നമുക്ക് പോവാം. ഹുൽദ is an alarm clock for the history of humankind. She is an alarm clock. A Bible that is never allowed to confront us is functionally a forgotten Bible. And ഒന്നുകൂടെ പറയാം. A Bible that is never allowed to confront us is functionally a forgotten Bible. ഇന്ന് ഞങ്ങൾ അച്ഛന്മാർ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നം എന്താണെന്നറിയോ? ഞങ്ങൾ നടത്തുന്ന പ്രസംഗങ്ങൾ നമ്മൾ ആരെ ഉദ്ദേശിച്ചായിരിക്കും നടത്തുന്നത്? ദൈവവചനത്തിൽ നിന്ന് ശക്തമായ ആത്മപ്രചോദനത്താൽ നമ്മൾ നടത്തുന്ന പ്രസംഗങ്ങളിൽ ചിലതെങ്കിലും അതിന് റെസ്പോൺസ്, അതിന് ഫീഡ്ബാക്ക് വരുമ്പോൾ പറഞ്ഞ, അച്ഛാ ഇന്നത്തതൊരു വല്ലാത്ത വേദനിക്കുന്ന പ്രസംഗമായിപ്പോയി, എന്നെ ഉദ്ദേശിച്ചാണോ അച്ഛൻ നടത്തിയതെന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ പലരും പറഞ്ഞു കേൾക്കാറുണ്ട്. വി വോണ്ട് പ്ലീസിങ് സെർമൺസ്. ആ അച്ഛൻ വന്ന് ക്ലാസ് എടുത്ത് എന്നാ സുഖമായിരുന്നു, എങ്ങും തൊട്ടില്ല. Sermons and the Bible must make our eyes wet. We are after soothing sermons, soothing messages and passages,
that which would not bring tears in our eyes but smiles on our faces. നമുക്കിന്ന് ആവശ്യത. പണ്ട് നമ്മളെ അധ്യാപകർ പഠിക്കുമ്പോൾ അടിച്ച് പഠിപ്പിക്കുകയായിരുന്നു. ഇന്നത് ചിന്തിക്കാൻ പോലും പറ്റില്ല. വഴക്ക് പറഞ്ഞാൽ ഉടനെ പ്രശ്നം ഉണ്ടാക്കുന്ന പേരൻസ് ആണ് നമ്മളെല്ലാവരും. ഇത് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? ഞാൻ അതിലേക്ക് പോകുന്നില്ല. Now we are after soothing messages and passages that we would not wish to bring, that we would not wish to listen again to those sermons and passages that would bring tears on our eyes, but we would happily run millions of times towards verses that would bring smiles. ഞാനിവിടെ എൻ്റെ പള്ളിയിൽ ഈ ഈസ്റ്റർ എഗ്ഗ് കൊടുക്കാറുണ്ട്. ഈസ്റ്റർ എഗ്ഗിനകത്ത് ഒരു വേദവാക്യം എഴുതി കൊടുക്കാറുണ്ട്. അപ്പം ഞാൻ വളരെ ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ്, ഇത് അവസാനം ഇത് എടുക്കുമ്പം അവർക്കൊരല്പം സന്തോഷവും സ്നേഹവും മുഖത്ത് ചിരിയൊക്കെ ഉള്ള വാക്യങ്ങൾ എടുത്തില്ലെങ്കിൽ നമ്മുടെ കാര്യം കട്ട പുകയാവും. നോക്കൂ, അത് സത്യമാണ്. ദൈവവചനത്തിൽ ഏറ്റവും മനുഷ്യന് സമാധാനം ഉണ്ടാക്കുന്നത് മാത്രം കേട്ടാൽ മതി എന്നൊരു തോന്നൽ എവിടെ നിന്നോ നമ്മുടെ ഉള്ളിൽ വന്നു കയറി. ദൈവവചനം നമ്മളെ, if God's word doesn't shake us off, they are not functionally God's word. They cannot be functionally God's word. Huldah is a model for us to bring to be a signboard for all of us to set their journey in the right direction. Let's go forward. Doesn't matter who discovered what. What matters is who discovered the real meaning of it. ആരെന്ത് കണ്ടുപിടിച്ചു, ആരെന്ത് ചെയ്തു എന്നുള്ളതല്ല, ചെയ്ത കാര്യം അർത്ഥപൂർണമായിട്ട് ആര് ചെയ്തു എന്നതാണ് ചോദ്യം. It doesn't matter if someone has already traveled ahead of us or not. Just be mindful and be genuine in what you do. എത്ര ചെറിയ കാര്യങ്ങൾ ചെയ്താലും ആ ചെയ്ത കാര്യങ്ങൾ നന്മയോടുകൂടെ ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ. God wants many people like Huldah in today's life to just come and go, not to stay. To just come and go. ദൈവം ആക്കി വെക്കുന്ന സ്ഥലത്ത് you come, you do your work and you disappear. അങ്ങനെയുള്ളവരെ ദൈവത്തിന് ആഗ്രഹമുണ്ട്. God wants many people like Huldah to just come and go and in between bring meaningful experiences in the life of others. Can we do that? Can we do that? To just come and go and in between bring meaning to the very life that we are living now. Meaning to the very worship that we are offering in our churches. പള്ളിയിൽ വന്ന് ഭയങ്കര കൊട്ടി ഘോഷിച്ച് പൊതുയോഗത്തിലിരുന്ന് തകർത്ത് തരിപ്പണമാക്കുന്ന അച്ചായന്മാരെ കൊച്ചമ്മമാരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. They are not bringing life. They are not bringing life. Who brings life? Those people who just come and go. And in between that time, in between coming and going, they bring meaning to whatever they are doing. Whether it is praying, whether it is worshiping, whether it is doing some activities. To just come and go in between and bring meaning to the very life that we are living, meaning to the very worship that we are doing, that we are offering, meaning to the very prayer that we are praying. നമുക്ക് എത്ര പേർക്ക് അതുപോലും സാധിക്കുന്നുണ്ട്? To just come and go and in between bring meaning to the very prayer that we are praying, meaning to everything that we have kept on living with for these many years. Huldah is just one person who just came and went off, disappeared. And in between, she did bring a meaningful change in the history of humankind. അതുവരെയും നഷ്ടമായിരുന്ന പുസ്തകമല്ല, ആ പുസ്തകത്തെ അവർക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു. അതുവരെയും
ഇസ്രായേലിന് നഷ്ടപ്പെട്ടിരുന്ന ദൈവവചനം അർത്ഥപൂർണമായി ലോകത്തിലേക്ക് കൊടുക്കുവാനായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരു സാധാരണ കുടുംബിനിയായ സ്ത്രീയായ പ്രവാചകി, അതാണ് ഹുൽദയെങ്കിൽ എനിക്കും നിങ്ങൾക്കും എത്രയോ വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യാൻ തക്കവണ്ണം ഏൽപ്പിച്ചിട്ടുണ്ട്. ഹാവ് വി ഡൺ എനി വൺ ഓഫ് ഇറ്റ്? Were our worships meaningful? Were our prayers meaningful? Were our Bible verses meaningful? Were our life meaningful? We all went after publicity. We all wanted to be public figures. We all thought that we know God. Do we really? ദൈവം നമ്മൾ ഓരോരുത്തരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഒരു അവസരം തന്ന പ്രിയ അച്ഛനോടും എലിസബത്ത് ആൻറ്റിയോടും കൊച്ചമ്മമാരോടും എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹം അറിയിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹുൽദ ഒരു പ്രവാചകി. നമ്മൾ മറഞ്ഞു കിടക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ വേദപുസ്തകത്തിലുണ്ട്. മറഞ്ഞു കിടക്കുന്നതിനെ വെളിച്ചത്ത് കൊണ്ടുവരാൻ അവരുടെ ജീവിതം വളരെ പ്രയോജനപ്പെടും. ചില ഓർമ്മിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ആത്മീയത ഒരു പ്രദർശനമല്ല. ആത്മീയത ഒരു പ്രദർശന വസ്തുവല്ല. നമ്മുടെ ആത്മീയത ബഹളത്താലോ മറ്റുള്ളവരെ കാണിക്കാനുള്ളതോ ഒന്നുമല്ല. നമ്മുടെ ആത്മീയത നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന അനുഭവവും അത് മറ്റുള്ളവരിലേക്ക് നന്മയായി പ്രവഹിപ്പിക്കേണ്ട ഒന്നുമാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു കുടുംബിനിയായി വീട്ടിൽ ജീവിക്കുമ്പോൾ തന്നെ ഒരു പ്രവാചക ദൗത്യം ഏറ്റെടുക്കാൻ നമ്മളെ വിളിക്കും. ഒരു പ്രവാചക ദൗത്യം ഏറ്റെടുക്കാൻ നമ്മളെ വിളിക്കും. ആ പ്രവാചക ദൗത്യം നമ്മൾ പൂർണ്ണമായി ഏറ്റെടുക്കേണ്ടതുമാണ്. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ഒരു അങ്ങ് ആളുകളുടെ മുമ്പിൽ പോയി, അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ ആളുകളുടെ മുമ്പിൽ പോയി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്ന അനുഭവം അല്ല. ഇന്നലെ ഇങ്ങനെയായിരുന്നു, നാളെ ഇങ്ങനെയാണ് എന്ന് പറയുന്നത് മാത്രമല്ല, സത്യം മറ്റുള്ളവരുടെ മുൻപിൽ തുറന്നു പറയുന്ന ഒരു അനുഭവം പ്രവാചക ദൗത്യത്തിൽ പെടുന്ന ഒരു കാര്യമാണ്. മുഖത്ത് നോക്കി നാഥാൻ പ്രവാചകൻ ദാവീദിന് മുഖത്ത് നോക്കി പറഞ്ഞതുപോലെ ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറയാനുള്ളൊരു ചങ്കൂറ്റം, അതാണ് പ്രവാചക ദൗത്യം. അതിനാദ്യം നമുക്ക് നമ്മുടേതായ ഒരു ദൗത്യത്തെക്കുറിച്ചുള്ള ബോധ്യവും വേണം. ആ ബോധ്യം പൂർത്തീകരിച്ച് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അച്ഛൻ ഓർമ്മിപ്പിച്ച ആ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രിയപ്പെട്ട അച്ഛനോടുള്ള എല്ലാ നന്ദിയും സ്നേഹവും ഈ സമയത്ത് പ്രത്യേകമായി അറിയിക്കട്ടെ. MMESന്റെ പേരിലുള്ള എല്ലാ നന്ദിയും സ്നേഹവും പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. ബഹുമാനപ്പെട്ട ജെറി ജോൺ മാത്യു അച്ഛൻ്റെ ദൈവം തമ്പുരാൻ അച്ഛനിൽ കൂടി നമുക്ക് തന്ന സന്ദേശം അച്ഛനും സർവശക്തനും ഒരുപോലെ നന്ദി കരയേറ്റുന്നു. ഹുൽദ പ്രവാചകയെ പറ്റി പറഞ്ഞപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ആ ദൗത്യം ഏറ്റെടുക്കുവാനുള്ള അവകാശമുണ്ട്. പരിശുദ്ധാത്മ കൃപ കൊണ്ട് മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്ന് നമുക്കറിയാം. അനർത്ഥം വരുത്തും എന്നുള്ള കാര്യം വളരെ ധൈര്യമായിട്ട്, അങ്ങനെ ഇന്ന് നമ്മളൊരു കാര്യം ആരോടെങ്കിലും അതേപോലെ പറയുകയാണെങ്കിൽ ആ ദിവസം മുതൽ ആ പറഞ്ഞ ആളിന് നല്ല ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ആ ബുദ്ധിമുട്ടുകൾ സഹിക്കാനായിട്ട് തയ്യാറാൻ സത്യമായിട്ടുള്ള കാര്യം യഹോവയുടെ അരുളപ്പാട് ഇന്നതാണ് എന്ന് ധൈര്യമായി പറയുവാനും മനുഷ്യരെ അതിൻ്റെ ആ റീഡിസ്കവർ ചെയ്ത വേദപുസ്തകത്തെ അതിന് ഏറ്റവും പ്രാധാന്യം കൊടുത്ത രാജാവും ആ പ്രവാചകയും എങ്ങനെയാണ് പ്രവർത്തിച്ചെന്നുള്ളത് നമുക്ക് നന്നായി വരച്ചു കാട്ടി. ഇത് നാം കേട്ട് അത് വളരെ നന്നായിരുന്നു എന്ന് പറഞ്ഞ് പോവുകയല്ല. ഇതെങ്ങനെ നമുക്ക് ഏറ്റെടുക്കാൻ സാധിക്കും? ഇന്നത്തെ ഈ സാഹചര്യങ്ങളിൽ അത് ഏറ്റെടുത്ത് പ്രവർത്തിക്കാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട അച്ഛനെയും കൊച്ചമ്മയും 3 മക്കളെയും ഫേബ, എൽസ ആൻഡ് ലിയ, സിജി കൊച്ചമ്മയും ദൈവസന്നിധി സമർപ്പിക്കുന്നു. ഗാന ശുശ്രൂഷയും പല വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന അച്ഛനെയും കുടുംബത്തെയും ദൈവസന്നിധി സമർപ്പിക്കുന്നു.
അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം നമുക്കിപ്പോൾ നമ്മോടൊപ്പം ചിലവിട്ട നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആ പ്രവാചക ദൗത്യം ഒന്ന് ഏറ്റെടുക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് യാചിക്കാം. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങൾ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഇപ്പോൾ പ്രാർത്ഥനയുടെ സമയമാകുന്നുവല്ലോ. എല്ലാ തലകൾ വണക്കിയിരിക്കുന്ന നാം ആ പ്രവാചകി പറഞ്ഞതുപോലെ പറഞ്ഞ സമയത്ത് അവർ തന്നെ താഴ്ത്തി അനുദപിച്ചപ്പോൾ ദേവനപുരാൻ അവരോട് മനസ്സലിഞ്ഞു. അതേപോലെ നമ്മുടെ ഈ ഇത്രയും പേർ ഒരുമിച്ച് ഒരേ ആത്മാവിൽ ദൈവസന്നിധിയിൽ വരുമ്പോൾ നമ്മുടെ കുറവുകൾ ഏറ്റു പറഞ്ഞുകൊണ്ട് നമുക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ദേവനപുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. അങ്ങനത്തെ നമ്മെ ഈ ലോകത്തിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഭംഗിയായി ചെയ്യുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ബാവ തിരുമേനിയെ സമർപ്പിക്കുന്നു. എല്ലാ സഭയെ നയിച്ചുകൊണ്ട് പോകാനുള്ള ശക്തി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാം. അഭിമന്യ മാറിവാനസ് തിരുമേനിയെ സമർപ്പിക്കുന്നു. എല്ലാ ബിഷപ്പ്മാരെയും അതേപോലെ സമർപ്പിക്കുന്നു. ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടതായ 4 ശ്രേഷ്ഠ ഇടയന്മാരെയും ഒരുമിച്ച് സമർപ്പിക്കുന്നു. എല്ലാ വൈദിക ശ്രേഷ്ഠരെ, സുവിശേഷ വേല ചെയ്യുന്നവർ, പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയുടെ പുരോഹിതന്മാർ, അവർക്ക് പ്രത്യേകമായ കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഓൾട്ടർ ബോയ്സ്, സെമിനേറിയൻസ്, ദൈവവേലയ്ക്കായി വേർതിരിക്കുന്ന എല്ലാവരെയും ഒരുപോലെ നമുക്ക് പ്രാർത്ഥനയിൽ സമർപ്പിക്കാം. നമ്മുടെ ആവശ്യങ്ങൾ നിരത്തുക എന്നുള്ളതല്ലല്ലോ നമ്മുടെ ഉദ്ദേശം. ദൈവസന്നിധി സ്തോത്രത്തോടും സ്തുതിയോടുകൂടി ഇരിക്കുകയും നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല ഭംഗിയായി ചെയ്യുവാനുള്ള നമ്മെക്കുറിച്ചുള്ള പദ്ധതി നിറവേറണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സുഖമില്ലാതെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട പൈങ്ങോലിയച്ഛൻ, ബെഞ്ചി അച്ഛൻ, TU ജേക്കബ് അച്ഛൻ, അവരെ ദൈവസന്നിധി സമർപ്പിക്കുന്നു. ശുശ്രൂഷിക്കുന്ന ഗ്രേസി കൊച്ചമ്മയെ ഓർക്കുന്നു, മേരി കൊച്ചമ്മയെ ഓർക്കുന്നു. മെഡിക്കൽ ടീമിനെ ദൈവസന്നിധി സമർപ്പിക്കുന്നു. സമയത്ത് ശാന്ത ടി, ലിസി, ഷെല്ലി, ബെന്നി, രാജു, ജോർജ് കുട്ടി, ഇവരെ മാത്രമല്ല ധാരാളം പേർ ഇന്ന് വരെയുള്ള റിക്വസ്റ്റുകളുണ്ട്, ഇവിടെ മനസ്സിലുണ്ട്. ശരീരത്തിനും മനസ്സിനും ഒരുപോലെ വേദന, പ്രത്യേകിച്ച് ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ ഡയഗ്നോസ് ചെയ്യുമ്പോൾ വേദനയോടിരിക്കുന്ന മക്കൾ, ദൈവനപുരാനെ അവിടുത്തെ ആണിപ്പഴുതുള്ള കരങ്ങൾ അവരുടെ മേൽ വയ്ക്കണമേ. അവർക്ക് സൗഖ്യം ലഭിച്ചവരും സൗഖ്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നവരും ഏതവസ്ഥയിലാണേലും ദൈവനപുരാനെ അവർക്ക് കൃപ, അവിടുത്തെ തൊട്ടവരും അവിടുന്ന് തൊട്ടവരും സൗഖ്യം പ്രാപിച്ചതുപോലെ വിശ്വാസത്തോടെ അവിടുത്തെ സന്നിധിയും എല്ലാവരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. അടിയങ്ങളുടെ കുറവുകളും കുറ്റങ്ങളും ഓർക്കാതെ അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതേസമയം ബർത്ത്ഡേസ് ആയിരുന്നവര്, വെഡിങ് ആനിവേഴ്സറി ആയിരുന്ന മക്കൾ അമ്മു, ഗീത, വിനോദ്, ബെഞ്ചമിൻ, എലിസബത്ത്, ശോശ, റോഹൻ, ഇവരെയും എല്ലാ ബർത്ത്ഡേസ് വെഡിങ് ആനിവേഴ്സറി ആയിരുന്ന മക്കളെ സ്തോത്രത്തോടെ ദൈവത്തിനെ സമർപ്പിക്കുന്നു. ഇനി നമുക്ക് പ്രത്യേകമായിട്ട് എടുത്ത് നമ്മൾ 2-3 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞതുപോലെ നേപ്പാളിലുണ്ടായ ആ വലിയ ദുരന്തം നമുക്ക് കണ്ണീരോടെ ദൈവത്തോടെ അപേക്ഷിക്കാം. മണിപ്പൂരിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾ, അവിടെ അനുഭവിക്കുന്ന വിഷമങ്ങൾ, കണ്ണുനീരോടെ കൊച്ചു കുഞ്ഞുങ്ങൾ വരെ കരച്ചിലോടെ ഇരിക്കുമ്പോൾ നമ്മുടെ ഈ ചെറിയ കൂട്ടത്തിൻ്റെ പ്രാർത്ഥന തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ എത്തുമെന്ന് നാം വിശ്വസിക്കുന്നു. ഭരണാധികാരികളോട് കരുണ തോന്നണമേ. US ഭരണാധികാരികൾ, അതുപോലെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ എല്ലാ രാജ്യത്തിൻ്റെയും ഭരണാധികാരികൾ സമാധാനം സ്ഥാപിക്കാനുള്ള കൃപ അവർക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാം. പുതുതായിട്ട് ചാർജ് എടുത്തിട്ടുള്ളതായിട്ടുള്ള ഭരണാധികാരികളെ സമർപ്പിക്കുന്നു. ദൈവീയ ജ്ഞാനം കൊണ്ട് അവരെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജനറേഷന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ദിവസമാണല്ലോ. കഴിഞ്ഞ പ്രാർത്ഥന കഴിഞ്ഞിറങ്ങിയപ്പോൾ 2-3 പേർ പ്രത്യേകമായി ഓർമ്മിപ്പിച്ചു ഈ വിഷയങ്ങളും കൂടെ ഇതിനകത്ത് കൊണ്ടുവരുന്ന ലഹരി പദാർത്ഥങ്ങൾ, ഇൻ്റർനെറ്റ്, ഇതൊക്കെ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ സമകാലീനമായിട്ടുള്ള ധാരാളം പ്രശ്നങ്ങൾ, അറിയുന്നതും അറിയാത്തതുമായ അനേക പ്രശ്നങ്ങളിൽ കൂടി നിഷ്കളങ്കരായ കുട്ടികൾ കടക്കുന്നുണ്ട്. സെയിം സെക്സ് മാരേജ്, ലിവിങ് ടുഗദർ കൾച്ചർ, ഇവയൊക്കെ കൂദാശകളിൽ നിന്നൊക്കെ അകന്നു പോകുന്നതായിട്ടുള്ള നമ്മൾ കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. എല്ലാ വേദപുസ്തകം ഇപ്പോൾ കണ്ടെത്തി അതിനെ അവഗണിച്ചതിനെപ്പറ്റി വസ്ത്രം കീറി വിഷമിച്ചതായിട്ടുള്ള രാജാവിനെ പോലെ തന്നെ എല്ലാം പഠിച്ച് എല്ലാം കഴിഞ്ഞിട്ടും നിരീശ്വരവാദികളായി മാറുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ ഉണ്ട്. അവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. നമുക്ക് പല യാമങ്ങളിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുമെന്ന് വിശ്വസിക്കാം. പ്രാർത്ഥിക്കുന്ന നമ്മൾ കുറവുള്ളവരാണ്. നമ്മുടെ കുറവുകൾ പരിഹരിക്കുന്നതോടൊപ്പം ഇതെല്ലാം
കുഞ്ഞുമക്കൾക്ക് വേണ്ടി കണ്ണുനീരോടെ യാചിക്കാം. അറിയാമത്തായ ഒരുപാട് വിഷമങ്ങൾ, അവരുടെ ഭയം, ഉത്കണ്ഠ, ദുഃഖം, മാനസിക പ്രശ്നങ്ങൾ, സൂയിസൈഡ് ടെൻഡൻസി, ഇതെല്ലാം അവരിലുണ്ട്. തമ്പുരാനെ, മുൻപേ അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കാനുള്ള കൃപ അവർക്ക് കൊടുക്കണമേ. ആരാധനയിൽ പങ്കുകൊള്ളാൻ, വേദപുസ്തക വായന, പ്രാർത്ഥന, കൂദാശകൾ സ്വീകരിക്കാൻ എല്ലാം അവരെ ഒരുക്കണമേ എന്ന് നമുക്ക് നിരന്തരമായി പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും തമ്പുരാൻ അത് കേൾക്കുന്നു, ഉറച്ച് വിശ്വസിക്കാം. രണ്ട് ആൻമാര്, 2 എലിസബത്ത്, ഹാന, കാരലിൻ, ആൽബിറ്റ്, ലോറൻസ്, എബിൻ, 3 എബിൻമാർ, 3 പേര്. പേരൻസുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടിട്ട് പേരൻസിനോട് സംസാരിക്കാൻ വയ്യ, ബന്ധനങ്ങളിലായിരിക്കുന്ന അനേക കുഞ്ഞുങ്ങളുണ്ട്. പല വിധത്തിലുള്ള വിഷമങ്ങളിൽ അവരെ എല്ലാവരും ദൈവത്തിനോട് സമർപ്പിക്കുന്നു. എല്ലാ മക്കളെയും, ലോകമെമ്പാടുമുള്ള മക്കളെ ദൈവത്തിന് സമർപ്പിക്കുന്നു. ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ, ഭവനം ഇല്ലാത്തവരെ, കടബാധ്യത, ജോലിയില്ലായ്മ, പ്രയത്നങ്ങൾ ഒരിക്കലും ഫലം അണിയാത്തത് കൊണ്ട് വിഷമിച്ചിരിക്കുന്നവരെ ദൈവത്തിന് സമർപ്പിക്കുന്നു. അനാഥർ, വിധവമാർ, വിഭാര്യർ, ഇവരെ സമർപ്പിക്കുന്നു. പാലിയേറ്റീവ് കെയർ യൂണിറ്റ്സ്, ഹോസ്പിസ് യൂണിറ്റ്സ് എല്ലാം സമർപ്പിക്കുന്നു. നമ്മുടെ ഓരോ വ്യക്തിക്കും, തലകൾ വണക്കിയിരിക്കുന്ന ഓരോ വ്യക്തി, കുടുംബം, ഇടവക, സഭ, രാജ്യം, എല്ലാത്തിനും സമാധാന ലോകത്വം സ്ഥാപിക്കാനായിട്ട് തമ്പുരാനോട് നമുക്ക് ഒരുമിച്ച് അപേക്ഷിക്കാം. പല കുടുംബങ്ങളിൽ സമാധാനമില്ലാതെ വലയുന്ന അനേകം കുടുംബങ്ങളുടെ പ്രാർത്ഥന റിക്വസ്റ്റുകളുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങൾ അതിൻ്റെ വിഷമം അനുഭവിക്കുന്നുണ്ട്. അവരോട് കരുണയുണ്ടാകും, പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ധാരാളം പേരുകളുണ്ട്, എല്ലാം കൂടി ഇപ്പോൾ വായിക്കാനായിട്ട് നമുക്ക് സമയമില്ല. എല്ലാ മക്കളെ ആഗ്രഹിക്കുന്നവരെ ദൈവസനെ സമർപ്പിക്കുന്നു. പാർട്ട്നേഴ്സിനെ ആഗ്രഹിക്കുന്ന മക്കളെ ദൈവസനെ സമർപ്പിക്കുന്നു. ഡിഫിക്കൽട്ട് പ്രഗ്നൻസിയിലായിരുന്ന മക്കൾക്ക് ദൈവം കുഞ്ഞുങ്ങളെ തന്ന് അനുഗ്രഹിച്ചു. ഗിഫ്റ്റി, ഡാർലി, ഇവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ, നോറൈൻ, ധന്യ, അനില, ഫേബ, എലീഷബ, മെലീസ, അനില, ഇവർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ആശ്രയ, കാരുണ്യ നിലയം, ഹന്ന, ശാലയം, വോളണ്ടറി സംഘടനകളെ ദൈവത്തിനെ സമർപ്പിക്കുന്നു. നമുക്ക് ചെയ്യാവുന്നതായിട്ടുള്ള സാമ്പത്തിക സഹായങ്ങൾ, നമുക്ക് ചെയ്യാവുന്നതായിട്ടുള്ള പ്രാർത്ഥന ഇവർക്ക് വേണ്ടി ചെയ്യാനും കൂടുതൽ പ്രവർത്തനങ്ങളിലായിട്ട് മറ്റുള്ളവരും കൂടി കടന്നു വരുവാൻ ഇടയാക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിലേക്ക് കടന്നു പോയ പ്രിയ ആത്മാക്കളെ സമർപ്പിക്കുന്നു. അഭിഷിക്തരും ആത്മാരുമായിട്ടുള്ള എല്ലാവരെയും സമർപ്പിക്കുന്നു. തോമസ് മാർ അത്തനേഷ്യസ് തിരുമേനിയുടെ ആത്മാവിനെ സമർപ്പിച്ച് അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്നു. ഈശോ ജോർജ്, ലിബു ജോർജ്, PS കുര്യൻ, ഡോക്ടർ നയന സാമുവൽ, ഇത്രയും വാങ്ങിപ്പോയ വ്യക്തികളുടെ ആത്മാക്കളെയും അവർക്ക് ഓർത്ത് ദുഃഖിക്കുന്നതായിട്ടുള്ള പ്രിയപ്പെട്ടവരെയും ദേവസനെ സമർപ്പിക്കുന്നു. വിട്ടുപോയിട്ടുള്ള അനേകം കാര്യങ്ങളുണ്ട്. യാത്രയിലിരിക്കുന്നവരെ, എക്സാം എഴുതുന്നവരെ, പേര് പ്രത്യേകമായി ആവശ്യപ്പെട്ട് എല്ലാവരെയും, സുവിശേഷ ബല ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നൊന്നുകൂടി നമുക്ക് ദൂത് തന്ന അച്ഛനെയും കുടുംബത്തെ സന്നിഹിതരായി 2009 മുതൽ ഇതിൻ്റെ പ്രവർത്തനത്തിലായിരുന്ന എല്ലാ അഭിഷിക്തരെയും ആത്മീയ സമാജം പ്രവർത്തകരെയും ദൈവസനെ സമർപ്പിക്കുന്നു. ഇന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ട സൂസമ്മ വർഗീസ് അമ്മാമയാണ്. അമ്മാമയെ കുടുംബത്തെ ദൈവസനെ സമർപ്പിക്കുന്നു. അമ്മാമയെ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. സ്തോത്രം. കാരുണ്യവാനും പരിശുദ്ധനുമായ ത്രിയേക ദൈവമേ, ഇന്നേ ദിവസം ഞങ്ങൾക്ക് ഒന്നിച്ച് അവിടുത്തെ തൃപ്പാദത്തിങ്കിലൊന്ന് ഇരുന്ന് ദൈവത്തെ സ്തുതിപ്പാനും ആരാധിപ്പാനും ഞങ്ങൾക്ക് തന്ന ആയുസ്സിനെ ഓർത്ത്, ആരോഗ്യത്തെ ഓർത്ത് ദൈവത്തെ അളവില്ലാതെ സ്തുതിക്കുന്നു. എൻ്റെ ദൈവമായ കർത്താവേ, നീ എപ്പോഴും ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായും കൂടി വ്യാപരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. എൻ്റെ ദൈവമായ കർത്താവേ, യാബേസിൻ്റെ ഒരു പ്രാർത്ഥന, ആ പ്രാർത്ഥന ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മനസ്സിന് വളരെ സമാധാനം കിട്ടുന്ന ഒരു പ്രാർത്ഥനയാണ്. 1 ദിനവൃത്താന്ത പുസ്തകത്തിൽ യാബേസിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്. യാബേസ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, എന്നെ നിശ്ചയമായും അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്തൃതമാക്കണമേ. നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് ദോഷകരമാകാത്തവണ്ണം എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ.
യാബേസിന്റെ ആ പ്രാർത്ഥന ദൈവം കേട്ടു. അതുകൊണ്ട് ആ പ്രാർത്ഥനയ്ക്ക് നല്ല ശക്തിയാണ്. പലപ്പോഴും നമുക്ക് ആ പ്രാർത്ഥന എപ്പോഴും ഇങ്ങനെ ഉരുവിട്ടോട് നടക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നമ്മളുടെ ഒരുപാട് രോഗികൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. കാണുമ്പോൾ നമുക്ക് വിഷമവും സങ്കടവും ഉണ്ടാകുക. ദൈവത്തോട് പ്രാർത്ഥിക്കുക. നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നതിൽ പലരും രോഗികളുണ്ട്. എൻ്റെ കർത്താവേ, ഈ രോഗികളായ ഞങ്ങളെ എല്ലാം അപ്പച്ചൻ്റെ ആണിപ്പാടുള്ള കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, അവിടുന്നല്ലാതെ ഒരു ആശ്വാസവും സമാധാനവും ഞങ്ങൾക്കാർക്കും കിട്ടുവാനില്ലെന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവേ, ഞങ്ങളുടെ ആരുടെയും പാപങ്ങളോ ദോഷങ്ങളോ കുറ്റങ്ങളോ ഒന്നും ഓർക്കാതെ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ രോഗികളെ സൗഖ്യമാക്കണമേ. വളരെയധികം വേദന അനുഭവിക്കുന്ന രോഗികളുണ്ട് കർത്താവേ, അവർക്ക് വേദനയ്ക്ക് ആശ്വാസം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എൻ്റെ ദൈവമായ കർത്താവേ, നിന്നിൽ ആശ്രയിക്കുന്ന രോഗികള് കർത്താവേ, അവർക്ക് സൗഖ്യം കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന നാഥാ, എൻ്റെ ദൈവമായ കർത്താവേ, ഈ ദേശത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നമ്മൾ വന്ന ഈ ദേശം ദൈവാനുഗ്രഹമുള്ള ഒരു ദേശമായി തീരുവാൻ അവിടുന്ന് സഹായിക്കുന്നതിനെ ഓർത്ത് സ്തുതിക്കുന്നു. എൻ്റെ കർത്താവേ, ഇവിടുത്തെ ഭരണാധികാരികൾക്ക് നല്ല ദൈവ കൃപയിൽ ആലോചനകളൊക്കെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യുദ്ധശ്രുതിയും ഒക്കെ മാറ്റി എല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും ജീവിക്കുവാനുള്ള കൃപ തരണമേ കർത്താവേ. ഭരണാധികാരികൾക്ക് ദൈവമേ ദൈവഭയവും ദൈവത്തോടുള്ള സ്നേഹവും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നാഥ, എൻ്റെ ദൈവമേ, ഈ രാജ്യത്ത് വന്നു കഴിഞ്ഞ് അനേകര് ജോലിയില്ലാത്ത കുഞ്ഞുങ്ങൾ വിഷമിക്കുന്ന കർത്താവേ, ഇത്രമാത്രം ജോലി പോയ ഒരു സന്ദർഭം ഇതിനു മുമ്പുണ്ടായിട്ടുണ്ടായിരിക്കും. അടുത്ത സമയത്തൊന്നും ഉണ്ടായിട്ടില്ല. ചില ഭവനങ്ങളിലൊക്കെ 2 പേരുടെയും ജോലി പോയി കുഞ്ഞുങ്ങൾ കിടന്ന് വിഷമിക്കുന്നത് കാണുമ്പോൾ നമുക്ക് പ്രയാസം തോന്നും. ദൈവമേ, ഈ ജോലി ഇല്ലാത്തവർക്ക് കർത്താവേ അവിടുന്ന് ജോലി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തേക്ക് അസാധ്യമായി ഒന്നുമില്ലല്ലോ കർത്താവേ. ഈ രാജ്യത്തിന്റെ സ്ഥിതികളെല്ലാം മാറ്റുവാൻ അവിടുത്തേക്ക് കഴിയുമല്ലോ കർത്താവേ. അതുപോലെ തന്നെ കുടുംബത്തിൽ സമാധാനമില്ലാതെ പല ഭവനങ്ങളും വിഷമിക്കുന്നു. ഈ കുടുംബത്തിൽ സമാധാനമില്ലാതെ വരുമ്പോൾ വിഷമിക്കുന്നത് കർത്താവേ കൂടുതലും കുഞ്ഞുങ്ങളാണ്. പിഞ്ചു കുഞ്ഞുങ്ങളും വലിയ കുഞ്ഞുങ്ങളും ഒക്കെ ആ സമാധാനമില്ലാത്ത ഭവനത്തിൽ വസിക്കുവാൻ കുഞ്ഞുങ്ങൾക്ക് വളരെ പ്രയാസമാണ്. അങ്ങനെ പല ഭവനങ്ങളും കണ്ടിട്ടുണ്ട് കർത്താവേ. അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുകയല്ലാതെ നമുക്ക് ഒരു നിവൃത്തിയുമില്ല. എൻ്റെ ദൈവമായ കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങള് ചെറിയ കുഞ്ഞുങ്ങളെ എല്ലാം കരങ്ങളിൽ സമർപ്പിക്കുന്നു. സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളെയൊക്കെ അനുഗ്രഹിക്കണേ കർത്താവേ. കോളേജിലൊക്കെ പോകുന്ന കുഞ്ഞുങ്ങൾ ദൈവമേ ദൈവമുള്ള കുഞ്ഞുങ്ങളായി തിരിച്ചു വരുവാൻ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കോളേജിൽ പോകുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളുടെ ആ സ്വഭാവ രീതി ഒന്നും മാറാതെ അവർ ഭവനത്തിൽ നിന്നും പഠിച്ചതൊക്കെ അഭ്യസിച്ച് ദേവാലയത്തിൽ നിന്നും കിട്ടിയതൊക്കെ മനസ്സിലാക്കി ദൈവമേ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള കൃപ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമേ. ഒരു കുഞ്ഞു പോലും നശിച്ചു പോവാൻ ഇടയാകല്ലേ കർത്താവേ. അവിടുന്ന് കുഞ്ഞുങ്ങളുടെ മേൽ പ്രത്യേക കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. എൻ്റെ ദൈവമായ കർത്താവ്, വിവാഹപ്രായമായ ധാരാളം കുഞ്ഞുങ്ങൾ ഈ ദേശത്തും ഇന്ത്യയിലും ഒക്കെ ഉണ്ട്. പല കുഞ്ഞുങ്ങൾക്കും വിവാഹം വേണ്ട, ദാമ്പത്യം വേണ്ട. ദൈവമേ, മാതാപിതാക്കൾ വളരെയധികം വിഷമിക്കുന്നു. ആ പെൺകുഞ്ഞുങ്ങളെയൊക്കെ എങ്ങനെയും ഒന്ന് ആരുടെയും കയ്യിൽ കൊടുത്തെങ്കിലേ മാതാപിതാക്കൾക്ക് സമാധാനമുള്ളൂ. സമാധാനമില്ലാതെ മാതാപിതാക്കൾ കിടന്ന് വിഷമിക്കുന്നു. പല കുഞ്ഞുങ്ങളും ദാമ്പത്യം വേണ്ട എന്ന് പറഞ്ഞു നിൽക്കുന്നു. അവർക്കൊക്കെയും ദാമ്പത്യ ജീവിതം നയിക്കാനുള്ള ഒരു പ്രേരണ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവമേ,
അവരെ ആരെ ഉപേക്ഷിക്കല്ലേ കർത്താവേ, തള്ളിക്കളയല്ലേ കർത്താവേ. എൻ്റെ ദൈവമായ കർത്താവേ, ഞങ്ങള് ദൈവമേ നിന്നിൽ ആശ്രയിക്കുന്ന മക്കളെ അവിടുന്ന് ഉപേക്ഷിക്കല്ലേ, തള്ളിക്കളയല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. രാജ്യത്തോട് കരുണ തോന്നണമേ, ഞങ്ങളോട് കരുണ തോന്നണമേ, ഞങ്ങളുടെ പാപങ്ങളും കടങ്ങളും ഒന്നും ഓർക്കല്ലേ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്ന കർത്താവേ. എൻ്റെ ദൈവമേ, ഞങ്ങളുടെ ഇടവകയിൽ ഞങ്ങൾക്ക് അറിയുന്ന പലരും രോഗികളായിട്ട് വിഷമിക്കുന്ന കർത്താവേ, അവർക്കൊക്കെയും ആശ്വാസവും സമാധാനവും അവിടുന്ന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നാഥ. എൻ്റെ ദൈവമേ, ഞങ്ങളുടെ സഭയെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സഭാതലൻ പരിശുദ്ധ കാതലിക്ക ബാവായ കരങ്ങൾ സമർപ്പിക്കുന്നു. തിരുവേനിക്കും പല വിധത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട് കർത്താവെ. അതിനൊക്കെയും ആശ്വാസവും സമാധാനവും കൊടുത്ത് നിലമാനുശരിയായി ഈ സഭയെ ഭരിക്കുവാനുള്ള കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തിരുമേനിമാരെ എല്ലാ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഓരോ ഭദ്രാസനവും ശരിയായി കൊണ്ടുപോകുന്നതിനുള്ള കൃപ അവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പുതിയതായി തെരഞ്ഞെടുത്തവരെയും കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമേ, കൂടുതൽ കൃപ അവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നാഥ. എൻ്റെ ദൈവമായ കർത്താവെ, ഞങ്ങളുടെ വൈദികരെ എല്ലാ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇടവകയിലൊക്കെ പല പ്രശ്നങ്ങളും വിഷമങ്ങളും ഉള്ളപ്പോഴൊക്കെ വൈദികരും വിഷമിക്കുന്നുണ്ട് കർത്താവെ. ദൈവമേ, ഇടവകയിലൊക്കെ സന്തോഷവും സമാധാനവും തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സമാധാനത്തോടും സന്തോഷത്തോടും പോയി നിന്ന് ദൈവത്തെ ആരാധിച്ച് ദൈവത്തിൻ്റെ കൃപ സ്വീകരിച്ച് കർത്താവിൻ്റെ വിശുദ്ധ ശരീരവും രക്തവും ഭക്ഷിച്ച് തിരികെ പോരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എൻ്റെ ദൈവമായ കർത്താവെ, വൈദികരെയൊക്കെ ശമ്മാശന്മാരെ അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വേല അനുഷ്ഠിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അവരെ എല്ലാം കരങ്ങളിൽ സമർപ്പിക്കുന്നു. അന്യ ദേശത്തൊക്കെ പോയി ദൈവവേല ചെയ്ത് അടിയിടിയൊക്കെ കൊള്ളുന്നവർ പോലും ഉണ്ട് കർത്താവെ. അവരെയൊക്കെയും എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എൻ്റെ ദൈവമായ കർത്താവെ, നിന്നിൽ ആശ്രയിക്കുന്ന നിന്റെ വേല ചെയ്യുന്ന നിന്റെ കുഞ്ഞുങ്ങളെ എല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ദേശത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇന്ത്യ ദേശത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവെ, ആ ദേശത്ത് സന്തോഷവും സമാധാനവും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നേപ്പാളിലെ ആ ദുരിതത്തിലൊക്കെയും ധാരാളം പേര് വിഷമിക്കുന്നില്ല കർത്താവെ. അവർക്കൊക്കെ ആശ്വാസവും സമാധാനവും അവരെയൊക്കെ പരിപാലിക്കുന്നതിനുള്ള കൃപയും ആ ദേശത്തിനും അയൽദേശത്തിനും എല്ലാം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യനോട് കരുണ തോന്നണേ കർത്താവേ. എല്ലാവരും ബുദ്ധിമുട്ടുന്നത് കാണുവാൻ ഇടയാകല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെയുള്ള അനർത്ഥങ്ങള്, ഭൂകമ്പങ്ങൾ, അതുപോലെ തന്നെ കാലാവസ്ഥയുടെ വ്യതിയാനങ്ങളൊക്കെ മൂലം ധാരാളം പേര് കർത്താവെ വിഷമിക്കുന്നു. അവർക്കൊക്കെ എൻ്റെ കർത്താവ് സമാധാനവും ആശ്വാസവും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിനെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ, വചനം പറഞ്ഞു തന്ന അച്ഛനെ പ്രത്യേകം കരങ്ങളിൽ സമർപ്പിക്കുന്ന നാഥ. ഞങ്ങൾക്ക് പല കാര്യങ്ങളും അറിയുവാൻ സാധിച്ചു. അതുപോലെ തന്നെ അച്ഛൻ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ നമുക്ക് പണ്ടൊക്കെ പഠിച്ചിട്ടുണ്ട്, പക്ഷെ മറന്നു കിടക്കുകയായിരുന്നു. അതൊക്കെ നമുക്കൊന്ന് ഓർപ്പിക്കുവാൻ, നമ്മയൊന്ന് ഓർപ്പിക്കുവാൻ അച്ഛന് സാധിച്ചു. അച്ഛന് ദൈവം ആയുസ്സും കൊടുക്കട്ടെ. ഇവിടെ കൂടിയിരിക്കുന്ന പലരും രോഗികളായിട്ടുള്ളവരുണ്ട് കർത്താവെ. അവരെയൊക്കെ എൻ്റെ കർത്താവ് ഒന്ന് തൊടണേ ദൈവമേ. അങ്ങ് തൊട്ടവരും എല്ലാം സൗഖ്യമായില്ല കർത്താവെ. അങ്ങടിയങ്ങളെയൊക്കെ ഒന്ന് തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നാഥ. സകലം എൻ്റെ അപ്പ ഇതിനായി പരിശ്രമിക്കുന്ന ഇതിൻ്റെ മക്കളെ എല്ലാം കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവർക്കെല്ലാം ദൈവത്തിൻ്റെ കൃപ, ദൈവ സമാധാനം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലം എൻ്റെ അപ്പൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ആമീൻ. അച്ഛൻ ആശീർവാദം പറയണമേ. പ്രാർത്ഥിക്കാം.
ശുദ്ധമുള്ള ഭാവ ശുദ്ധമുള്ള ഞങ്ങളെ കാത്തുവരണമേ. രക്ഷാകർത്തൃ ജയമണത്തിന്റെ ശ്രീവാൽ ഞങ്ങളെ മറച്ചു വരണമേ. ശുദ്ധമുള്ള റുവാ ശുദ്ധമുള്ള കൂടി പ്രതികരണം ദൈവമായ കർത്താവെ കാലോകത്തിൽ ദൈവത്തിന്റെ കൊണ്ട് അനുഗ്രഹം ചെയ്യണമേ. ആമീൻ. ബാറക്മോർ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നമ്മൾ ഓരോരുത്തരുടെ മേലും പ്രത്യേകാൽ നമ്മൾ ആരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്നുവോ അവരെല്ലാവരുടെ മേലും ചേർന്ന് മതിരിങ്ങളുടെ എല്ലാവരുടെ മേലും, കുടുംബങ്ങളുടെ മേലും, ദൂരെയും ചാരെയും ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ അവരുടെ മേലും, നമ്മൾ വാങ്ങിപ്പോയവരുടെ മേലും ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ആമേൻ. ലിറ്റി. Praise be to God. First of all, I thank all who attended today's prayer meeting. Our heartfelt thanks to Dr. Thomas Marivani Sirmeni for his guidance and prayers, and to ABHN and all MMES office bearers for their leadership and continued support. I would like to sincerely thank Father Jerry John Matthew for his inspiring message about Prophetess Hulda's life and the importance of incorporating Word of God into our normal lives and to lead a prophetic life. Thank you, HN, for your time and enlightening message. A special thanks to Elizabeth Andy for coordinating the prayer meeting, and to Rincy Sarah John, Beena Alex, Sibi Baiju, Bensi Jiju, Delcy Daniel Kochama, Neha Thomas, and Susuma Varghese from St. Thomas South Church, Atlanta, for leading the Bible readings, songs, and intercessory prayers. Thank you, and may God bless us all.